ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻപുരയിലേക്ക് സ്വാഗതം. മറ്റൊരു പുതിയ പുലരിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാ ദിവസവും പുതിയ ദിവസങ്ങളാകട്ടെ, ശുഭദിനങ്ങളാകട്ടെ എന്ന പ്രാർത്ഥനയാണ് എപ്പോഴും ഉള്ളത്. ഇന്ന് 2025 ജൂൺ 27 വെള്ളിയാഴ്ച. ഒപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം രാഹുകാലമാണ്. 10 മുതൽ 12 വരെയാണ് ഇന്നത്തെ രാഹുകാലം. ഇന്ന് പുണർദം നക്ഷത്രം, കൊല്ലവർഷം 1200 ആണ്ട്, മിഥുനമാസം 13 തീയതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമുഖ വ്യക്തിത്വത്തിൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതാരാണ് എന്ന് ഈ ഹെഡ്സ് പോകുന്ന സമയം കൊണ്ട്, സാധാരണ നമ്മൾ തലക്കെട്ടുകൾ നോക്കിയാണല്ലോ വാർത്തകളിലേക്ക് പോകാം. തലക്കെട്ട് പോകുന്ന സമയം കൊണ്ട് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യും. കമൻറ്റൊക്കെ നിങ്ങൾക്കറിയാം, ഈ ആദ്യഘട്ടത്തിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അയക്കാൻ കഴിയുന്നത്, ഞാൻ അത് വായിക്കുന്നതൊക്കെ. പിന്നെ അങ്ങോട്ട് വാർത്തകൾ ചൂടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കമൻറ്റുകളിലേക്കൊന്നും അങ്ങനെ അധികം വരാൻ കഴിയാറുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ ആരുടെയാണെന്ന്. പക്ഷേ എന്താണെങ്കിലും ആ വ്യക്തിത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം രാവിലെ മനസ്സിൽ വരുന്നത്, എത്ര പ്രതികൂല കാലാവസ്ഥകളെയും നമുക്ക് അനുകൂല കാലാവസ്ഥകളായി മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞിട്ടുള്ളവർ മാതൃകകളായി നമ്മുടെ മുന്നിലുണ്ട്. എവിടെ നിന്നും ഉയർന്നു വരാൻ നമുക്ക് കഴിയും, എത്ര താഴെ പോയാലും മുകളിലേക്ക് വരാൻ കഴിയും എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടി പങ്കുവയ്ക്കുകയാണ്. ഒപ്പം നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര ഉയരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നൊക്കെ പറയുന്ന ഒരുപാട് മാതൃകകൾ ഈ പറഞ്ഞ വ്യക്തിയുമായി ചേർത്ത് നമുക്ക് വായിക്കാനും കഴിയും. അപ്പോൾ അവർക്ക് നമുക്ക് പിറന്നാൾ ആശംസകളൊക്കെ നേരേണ്ടതുണ്ട്. ഒപ്പം ചൂടുള്ള ഒട്ടേറെ വാർത്തകളുണ്ട്. മഴക്കാലമാണ്, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയാണ്. പനിയുണ്ട് പലയിടത്തും, കോവിഡ് കുതിച്ചുയരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് വളരെ ശുഭമായി തന്നെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. തലക്കെട്ടുകൾ. PV അൻവറിനെതിരെ CPM. നിലമ്പൂരിലെ പരാജയത്തിന് കാരണം അൻവർ ഇടത് വഞ്ചകനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല. ആര്യാടൻ ഷൗക്കത്ത് UDF വിരുദ്ധ വോട്ടുകൾ അൻവറിന് പോയെന്നും വിലയിരുത്തൽ. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ അക്രമങ്ങളിൽ നിയമ നടപടിക്കൊരുങ്ങി സംഘാടക സമിതി. കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ പരാതി. KSU മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് ശ്രീ പത്മനാഭ സേവാ സമിതി. ജനം ബ്രേക്കിംഗ്. തുറന്നു പറച്ചിലുമായി മുൻമന്ത്രി G. സുധാകരൻ. പാർട്ടിയുടെ ഭാവിക്ക് തിരുത്തൽ അനിവാര്യം. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ പുറത്താക്കാൻ ആർജവമുണ്ടാകണമെന്ന് CPMന്റെ മുതിർന്ന നേതാക്കളോട് സുധാകരൻ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മഴ ശക്തമായതോടെ എലിപ്പനി രോഗബാധ തീവ്രമാകുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളും കേരളത്തിൽ. നിലപാടിൽ മാറ്റമില്ലെന്ന സമസ്ത. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി സംഘടനകളോട് കൈകോർക്കാൻ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സഹകരണം തുടരുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. PM ശ്രീ പദ്ധതിയിൽ കേരളവും അംഗമാകണമെന്ന് അധ്യാപകരും. സംസ്ഥാനം അംഗീകരിച്ചാൽ മികച്ച നിലവാരത്തിലേക്ക് ഉയരുക 304 വിദ്യാലയങ്ങൾ. രാഷ്ട്രീയ ഇടപെടൽ വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമാണെന്ന് ദേശീയ അധ്യാപക പരിഷത്ത്. സംസ്ഥാനത്ത് മത്സ്യലഭ്യത കുറഞ്ഞു, വില കുത്തനെ കൂടി. മത്തിയുടെയും അയലയുടെയും വില 400 രൂപ കടന്നു. ട്രോളിംഗ് കാലത്തെ സഹായം നൽകാതെ സർക്കാരും മത്സ്യത്തൊഴിലാളികളും പൊതുജനവും ബുദ്ധിമുട്ടിൽ. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് തുടരുന്നു. കോടികൾ ചെലവഴിച്ച് നിയമസഭയിൽ ആഡംബര ഡൈനിങ് ഹാൾ ഒരുങ്ങുന്നു. ഡൈനിങ് ഹാൾ നവീകരിക്കുന്നത് 7.5 കോടി രൂപയ്ക്ക്. നോക്കുകയായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ? ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ദിവസം പേര് പറഞ്ഞാൽ മതിയെങ്കിൽ ഞാൻ ആളിനെ കാണിച്ചു. ഇങ്ങനെ പലരുടെയും പേര്. സുരേഷ് ഗോപിജിയുടെ പിറന്നാൾ, അത് ഇന്നലെയായിരുന്നു. SGയുടെ പിറന്നാളിൻ്റെ കാര്യം തന്നെയാണ് എല്ലാവരും ഓർത്തെടുക്കുന്നത്. ഇന്നലെയായിരുന്നു. പക്ഷേ ഞാൻ പറയാം, രാജ്യത്തിൻ്റെ സുവർണ വനിത, അതൊരു ക്ലൂ ആണ്. കൂടുതൽ നീട്ടുന്നില്ല, നമുക്ക് സമയമില്ല. പിലാവുള്ളക്കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ എന്ന PT ഉഷയുടെ 61ാം ജന്മദിനമാണിന്ന്. വെല്ലുവിളിയുടെ ഹർഡിൽസിനെ പൊരുതി തോൽപ്പിച്ച അഭിമാന വനിതയുടെ വിജയഗാഥയിലേക്ക് ഒന്ന് നോക്കി വരാം. കോഴിക്കോട് കൂത്താളി എന്ന ഗ്രാമത്തിൽ ജനിച്ച് പയ്യോളിയിലൂടെ കേരളത്തിനും ഭാരതത്തിനും അഭിമാനമായ താരം. 1964 ജൂൺ 27 EVM പൈതലിൻ്റെയും TV ലക്ഷ്മിയുടെയും മകളായി ജനനം. കഷ്ടതകൾ നിറഞ്ഞ കുട്ടിക്കാലത്തിനോ പരിസ്ഥിതിക്കോ ഉഷയിലെ വേഗക്കാരിയെ തളച്ചിടാൻ ആയില്ല. 4ാം ക്ലാസ്സിൽ
ട്രാക്കിലിറങ്ങിയ ഉഷ വളരെ വേഗം ശ്രദ്ധ നേടി. കണ്ണൂരിലെ ജി.വി. രാജ സ്കൂളിലെത്തിയ കുഞ്ഞുഷയിലെ അസാമാന്യ കഴിവ് തിരിച്ചറിഞ്ഞ പരിശീലകൻ OM നമ്പ്യാരുടെ നിയോഗം ചരിത്ര വനിതയെ പരുവപ്പെടുത്തുക എന്നതായി. അത് അതിമനോഹരമായി അദ്ദേഹം നിർവഹിച്ചു. 13 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടി 1977 ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു. ആദ്യത്തെ അന്തർദേശീയ മീറ്റ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ. സ്പ്രിന്റ് ഡബിൾ അടക്കം 4 സ്വർണം നേടിയ ഉഷയുടെ ജൈത്രയാത്ര അവിടെ ആരംഭിച്ചു. 1980 മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ ഇന്ത്യൻ വനിതയായി ഉഷ. 1981 കുവൈറ്റിൽ നടന്ന ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിൽ സ്വർണം. 82 ന്യൂഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളി. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ സ്പ്രിന്റർ. 1984 ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സിൽ 400 മീറ്റർ ഓട്ടത്തിൽ സെക്കൻഡിന്റെ 100 വ്യത്യാസത്തിലാണ് മെഡൽ നഷ്ടമായത്. 86 സിയോൾ ഒളിമ്പിക്സിൽ മികച്ച കായിക താരത്തിനുള്ള ഗോൾഡൻ ഷൂ. 85 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണ്ണ മെഡലുകൾ. വെറും 19 വയസ്സിലാണ് PT ഉഷ അർജുന അവാർഡ് നേടിയത്. 36 വയസ്സിലാണ് വിരമിക്കൽ. പിന്നാലെ പരിശീലനത്തിന്റെ ട്രാക്കിൽ. 1984 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ദേശീയവും അന്തർദേശീയവുമായ 100-ലധികം മെഡലുകൾ നേടി. നിലവിൽ രാജ്യസഭാ MPയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷയുമാണ്. യാതൊരു സൗകര്യങ്ങളുമില്ലാതെയാണ് ഉഷ വളർന്നത്. വളർന്ന് രാജ്യത്തിന് അഭിമാനമായത്. നന്ദി ഉഷാജി, ഒരു രാജ്യത്തെ തന്നെ വേഗത്തിന്റെ ട്രാക്കിൽ എത്തിച്ചതിന്, വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതിന്, കൈപിടിച്ച് പുതിയ തലമുറയെ പരുവപ്പെടുത്തുന്നതിന്. പയ്യോളി എക്സ്പ്രസിന്, ട്രാക്ക് ആൻഡ് ഫീൽഡിന്റെ റാണിക്ക് സ്നേഹപൂർവ്വം ജനം കുടുംബത്തിന്റെ പിറന്നാൾ ആശംസകൾ. ഇപ്പോൾ എല്ലാവരും പിറന്നാൾ ആശംസകളൊക്കെ നേരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് പുറത്തു പോയി നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്ന, നമ്മുടെ ദേശീയ പതാക അവിടെ ഉയർത്തുന്ന ഏതൊരാളോടും ബഹുമാനം, അങ്ങേയറ്റം സ്നേഹം. അതുകൊണ്ട് തന്നെ പിറന്നാൾ ആശംസകൾ ആദ്യമേ തന്നെ നമ്മൾ അങ്ങനെ നേർന്നത്. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ഈ അന്നവിചാരം മുന്നവിചാരം എന്നാണല്ലോ. അപ്പോൾ മറ്റ് രാഷ്ട്രീയ വാർത്തകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരല്പം ഊണിൻ്റെ കഥ പറയാം. നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ മീൻ നിർബന്ധമുള്ള ഒട്ടേറെ പേരുണ്ട് കേരളത്തിൽ. നമുക്ക് ഇത്രയും തീരദേശം ഉള്ളതുകൊണ്ട് തന്നെ മീൻ ലഭ്യത നമുക്ക് കൂടുതലുമാണല്ലോ. പക്ഷേ ഈ ട്രോളിംഗ് നിരോധന കാലമൊക്കെ വരുമ്പോഴാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ പോയാൽ പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മീൻ വില കുതിച്ചുയർന്നിരിക്കുകയാണ്. ഏറ്റവും സാധാരണക്കാരനും വാങ്ങുന്ന മത്തി അയല, നമുക്കറിയാം മത്തിയുടെ അയലയുടെയൊക്കെ ഗുണഗണങ്ങൾ നോക്കുകയാണെങ്കിൽ അത് എത്ര പൈസയുള്ളവനും പൈസ ഇല്ലാത്തവനും ഒക്കെ ആദ്യം പ്രിഫർ ചെയ്യുന്ന മീനുകളാണ് ഈ മത്തി അയലയൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ വില 400 രൂപ കടന്നിരിക്കുകയാണ്. 1 കിലോ മീനിൻ്റെ കാര്യമാണ് പറയുന്നത്. 400 രൂപ കടന്ന് കുതിക്കുകയാണ്. മത്സ്യലഭ്യത കുറയുകയും ഈ വില ഇങ്ങനെ കുത്തനെ കൂടുകയും ചെയ്തൊരു സാഹചര്യമാണുള്ളത്. കോഴിക്കോട് ജില്ലയിലെ മാത്രം കാര്യം എടുത്തു കഴിഞ്ഞാൽ മത്സ്യവ്യാപാര മേഖല അവിടെ ആകെ പ്രതിസന്ധിയിലാണെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. ട്രോളിംഗ് നിരോധനം 1 മാസം പിന്നിടുന്നു. ഈ സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട പണം അതൊരു സഹായമായി എപ്പോഴും നൽകേണ്ടതാണ്. പക്ഷെ അത് സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എന്ന പ്രതിഷേധം കൂടി അവർ ഉയർത്തുകയാണ്. മത്തിക്ക് 400 രൂപ, അയലയ്ക്കും ഇതേ വില തന്നെ. ട്രോളിംഗ് നിരോധനത്തിനൊപ്പം മഴയും കനത്തതോടെ മീൻ ലഭ്യത വൻതോതിൽ കുറഞ്ഞതാണ് മീൻവില കുത്തനെ ഉയരാൻ കാരണം. അയല ഇപ്പം കുറച്ച് റേറ്റ് ആണ്. കിലോ 340 രൂപ വരുന്നുണ്ട് വില. തീ പിടിച്ച വിലാണ്. വരുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്ക് ഒരു പേടി, മീനെ പറ്റിയിട്ട് ഇപ്പോൾ ഓരോ ന്യൂസ് കേൾക്കണില്ലേ, അതുകൊണ്ടൊരു പേടി. ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ പരമ്പരാഗത വള്ളങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയിരുന്നത്. എന്നാൽ ഇത്തവണ ട്രോളിംഗ് ആരംഭിച്ച ജൂൺ 9 മുതൽ തന്നെ കാലവർഷവും എത്തി. അതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. മീൻ ലഭ്യതയും കുറഞ്ഞു. മീൻവില കുതിച്ചുയരുമ്പോഴും കടലിന്റെ മക്കൾക്ക് വറുതിയുടെ കാലമാണ്. ആശങ്കയുടെ തിരയിളക്കമാണ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും മനസ്സിൽ. ബാങ്ക് ലോൺ എടുത്തിട്ട് ബാങ്ക് കടങ്ങളും ജപ്തിയും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ശരിക്കും കടലിൽ ചാടി മരിക്കാനുള്ള ചുറ്റുപാടൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ ഇതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല. ഇവിടെ മത്സ്യം പിടിക്കാൻ തന്നെ പോകാനും പറ്റുന്നില്ല. കടൽക്ഷോഭം കൊണ്ടിട്ട് അത്രയും ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ട്രോളിംഗ് നിരോധനം തുടങ്ങി 1 മാസം പിന്നിടുമ്പോഴും ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും എങ്ങനെ ജീവിക്കുന്നുവെന്ന് സർക്കാർ അന്വേഷിക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന പരാതി. അറുതിയുടെ കാലത്ത് ലഭിക്കേണ്ട സൗജന്യ റേഷൻ കോഴിക്കോട്ടെ മിക്ക മത്സ്യത്തൊഴിലാളികൾക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇല്ല, സൗജന്യ റേഷൻ ആണെങ്കിൽ അതും ലഭിക്കുന്നില്ല. ഇവിടെ ആദ്യം കൊടുത്തും കൊണ്ടുനിന്ന കഴിഞ്ഞ സർക്കാരിനിടയിൽ കൊടുത്തും കൊണ്ട് നിന്ന സംഗതികൾ എല്ലാം ഓഫായി. ഇപ്പം എത്രയോ വർഷമായി കൊടുക്കലില്ല മര്യാദയ്ക്ക്. കോഴിക്കോട് ഭാഗത്തൊന്നും തീരെ കിട്ടലില്ല.
സൗജന്യ റേഷൻ ഇല്ല. ട്രോളിംഗ് നിരോധന സമയത്ത് ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സർക്കാർ ഞങ്ങൾക്ക് ഒരു 500 റുപ്യ ഞങ്ങൾ ഇട്ടിട്ട് വെക്കണ പൈസയിൽ ഒരു 1500 വന്നല്ലാണ്ട് വേറൊരു പൈസ വന്നിട്ടില്ല. അപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾ ട്രോളിങ് കഴിഞ്ഞ് ബോട്ട് പോകുമ്പോൾ വന്നിട്ട് കാര്യമില്ല. ഇപ്പം കിട്ടേണ്ട പൈസ ഇപ്പം കിട്ടണം. മത്സ്യത്തൊഴിലാളികൾ നിരാശരാണ്. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് സർക്കാരിന് മുന്നിൽ കൈനീട്ടി മടുത്തവരാണ്. കാറ് വാങ്ങാനും ക്ലിഫ് ഹൗസ് പുതുക്കിപ്പണിയാനും പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാനും സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ജാഗ്രതയുടെ ഒരു തരി മതി മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം കാണാൻ. പുതിയാപ്പ് ഹാർബറിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘഹർഷൻ, ജനം. മഴക്കാലമാണ്, മഴയുടെ അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ മഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അവധി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ പലരും ഉന്നയിക്കുന്നൊരു സംശയമാണ്, മുമ്പ് നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഈ കാടും മലയും പുഴയും തോടുകളും എല്ലാം കടന്നാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. അന്നൊന്നും മഴയ്ക്ക് അവധി നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്തിനാണ് ഈ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ അവധി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് കുട്ടികളൊന്ന് എവിടെയെങ്കിലും ഒന്ന് കുടുങ്ങിപ്പോയെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ മഴയാണെന്ന് കണ്ടാൽ വീട്ടിൽ നിന്ന് അന്വേഷിച്ച് പോകാനൊക്കെ ഒട്ടേറെ ആളുകളുണ്ടായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. ഇന്നിപ്പോൾ അച്ഛനും അമ്മയും ഒരു സ്ഥലത്ത് പല സ്ഥലത്തായിട്ട് ജോലി ചെയ്യുന്നുണ്ടാകും. കുട്ടികൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കും. ഇപ്പോൾ ഇവർ അവിടെ ഒന്ന് കുടുങ്ങിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടായി പോകും, അന്വേഷിച്ച് പോകാൻ ആളില്ല എന്ന് മാത്രമല്ല, പണ്ടൊന്നും ഒരു മഴയ്ക്ക് ഇത്രയൊന്നും വെള്ളം ഉയരില്ലല്ലോ. അത് നഗരപ്രദേശങ്ങളിലായാലും ശരി, ഗ്രാമപ്രദേശങ്ങളിലായാലും ശരി, നമ്മുടെ ജലാശയങ്ങൾക്ക് ഈ മഴവെള്ളമൊക്കെ ഉൾക്കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മരങ്ങളുണ്ടായിരുന്നു, അത് ഭൂമിയിലേക്ക് തന്നെ വലിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ആ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് മഴ പഴയതുപോലെ ലഭിക്കുന്നുണ്ടാവാം, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നുമുണ്ട് കണക്ക് നോക്കുകയാണെങ്കിൽ. ഇത്രയും മഴവെള്ളം ഇതിങ്ങനെ കെട്ടി പൊങ്ങി ഉയരുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ആശങ്ക കൂടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അവധിയെല്ലാം കൊടുക്കുന്നത്. കുട്ടികൾ കേൾക്കണ്ട നിങ്ങൾ അവധിയെക്കുറിച്ച് ഇങ്ങനെ ആശങ്കപ്പെടുന്നതൊക്കെ. കാരണം അവരെ സംബന്ധിച്ചൊന്ന് മഴ മാനത്ത് കാണുമ്പോൾ തന്നെ അവധിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ വരാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ദുരിതബാധിത പ്രദേശങ്ങളുണ്ട്, അവിടെയുള്ള കുട്ടികൾക്ക് മാത്രം അവധി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ മാത്രം അധ്യയനത്തിൽ പിന്നോട്ട് പോവുകയും ബാക്കിയുള്ള കുട്ടികൾ വന്നിരുന്ന് പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്നിച്ച് അവധി കൊടുക്കുന്നത്. അപ്പോൾ ഇന്നും അവധിയുണ്ട്. ആ ജില്ലകൾ ശ്രദ്ധിക്കുക, പുറത്തിറങ്ങുന്നവർ മഴയുടെ അപ്ഡേറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. നമുക്ക് മഴ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. 5 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ടുള്ളത്, 9 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമുണ്ട്. വയനാട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ മഴയുടെ ശക്തി കൂടും എന്നും പറഞ്ഞിട്ടുണ്ട്, അതായത് നാളെ വരെ. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപത്തുമായി രൂപപ്പെട്ടൊരു ന്യൂനമർദ്ദം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഈ അതിശക്ത മഴ ഇപ്പോൾ ഇങ്ങനെ പെയ്യുന്നത്. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ജില്ലകൾ ശ്രദ്ധിക്കണം: പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ. ഈ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഗുഡ് മോർണിംഗ്. ഇന്ന് കനത്ത മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. എങ്കിലും ഏതൊക്കെ ജില്ലക്കാർ കൂടുതലായി ശ്രദ്ധിക്കണം? ഓരോ 3 മണിക്കൂറിലും നമുക്കറിയാം മഴയുടെ അപ്ഡേറ്റ്സ് വരാറുണ്ട്. എങ്കിലും ഈ ഘട്ടത്തിൽ, ഈ മണിക്കൂറിൽ നമുക്ക് എങ്ങനെയാണ് ഒരു മുന്നറിയിപ്പ് ആളുകൾക്ക് നൽകാൻ കഴിയുക? വീണ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായിട്ടൊരു മഴയ്ക്ക് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വീണ സൂചിപ്പിച്ചതുപോലെ ഓരോ മണിക്കൂറുകളിലും മഴയുടെ ഫോർകാസ്റ്റ് മാറി വരുന്നുണ്ട്. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ആ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിശ്ചിതമായി ലഭിക്കുന്ന മഴയുടെ അളവിൻ്റെ വ്യത്യാസം അനുസരിച്ച് മുന്നറിയിപ്പുകൾ മാറി വരുന്നുണ്ടെങ്കിലും ഒരു ദിവസത്തെ മുഴുവൻ ദിനാന്തരീക്ഷ വ്യവസ്ഥ നമ്മൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് 5 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും 9 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളിടത്ത് അതിശക്തമായ മഴയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സാധാരണ രീതിയിലുള്ള മഴയും ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. വയനാട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതാണ്ട് 7 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, ആലപ്പുഴ ജില്ലയിലെ സ്കൂളുകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും മദ്രസകൾക്കും അവധി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ അവധി നൽകിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ താഴ്ന്നു കിടക്കുന്ന വൈക്കം, കുട്ടനാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുള്ളതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ മഴ അതിശക്തമാകും. ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ്. വടക്ക്
വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപമായിട്ട് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാനായിട്ടുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ അതായത് മൺസൂൺ ഇത്തവണ നേരത്തെയാണ് എത്തിയത്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് കഴിഞ്ഞ മുന്നത്തെ ആഴ്ചകളിൽ മഴ അതിശക്തമാവാനുള്ള കാരണമായി മാറിയത്. കർണാടക കോറമാൻ തീരം മുതൽ ആലപ്പുഴയുടെ തെക്കൻ തീരം വരെയുള്ള സമുദ്ര പ്രദേശങ്ങൾ അല്ലെങ്കിൽ കടൽ തീരത്തേക്ക് അതിശക്തമായിട്ടുള്ള വേലിയേറ്റത്തിനും അതിശക്തമായിട്ടുള്ള കടലാക്രമണത്തിനും സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പുകൾ നൽകുന്നു. മത്സ്യബന്ധന മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മറ്റ് മുന്നറിയിപ്പുകൾ 5000-ലധികം ക്യാമ്പുകൾ സംസ്ഥാനത്ത് സജ്ജമാക്കാനുള്ള ഒരു മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി, പീരുമേട്, ദേവികുളം ഭാഗങ്ങളിലാണ്. 311 mm മഴ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മുൻ വർഷങ്ങളെക്കാളും ഒക്കെ നേരത്തെയാണ് ഇത്തവണ മൺസൂൺ എത്തുന്നത്. ഏതാണ്ട് 8 ദിവസങ്ങൾക്ക് മുന്നേ സംസ്ഥാനത്ത് മൺസൂൺ എത്തിയിട്ടുണ്ട്. മഴ അതിശക്തമാകും. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരപ്രകാരം വെള്ളപ്പൊക്കം, പെട്ടെന്നുണ്ടാകുന്ന മണ്ണിടിച്ചിൽ, പെട്ടെന്നുണ്ടാകുന്ന മേഘവിസ്ഫോടനം തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള രാത്രി യാത്രകൾ വിനോദസഞ്ചാര മേഖലയിലേക്ക് ഒഴിവാക്കുക എന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നൽകുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 62 കുടുംബങ്ങളെ ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളതായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത്. അത് ഏറ്റവും പുതിയ വിവരമല്ല, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള വിവരമാണ്. ഇന്നോ നാളെയോ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നതാണ്. എന്തായാലും സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ അതിശക്തമായിട്ടുള്ള മഴ തുടരും. വരുന്ന 10 ദിവസം അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മതിയാവുമെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളും അതോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൾ ഫ്രീ നമ്പറുകളും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കവചം സംസ്ഥാനത്തെ 100 ഇടങ്ങളിലായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി കവചം സ്ഥാപിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ, പ്രളയം അല്ലെങ്കിൽ മഴ, മേഘവിസ്ഫോടനം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ അത്യാഹിതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കവചത്തിലൂടെ മുന്നറിയിപ്പുകൾ നൽകുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിൽ 100 കവചങ്ങൾ നിലവിൽ പ്രവർത്തനക്ഷമതമാണെന്നും KSDMയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മൺസൂൺ കടുക്കുകയാണ്, അല്ലെങ്കിൽ മൺസൂൺ ശക്തമായിട്ട് തന്നെ പെയ്യുകയാണ്. വരുന്ന 2 ദിവസം അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. ഇന്ന് ഒരു ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ആദ്യത്തെ 3 മണിക്കൂറിലെ ഫോർകാസ്റ്റ് വ്യവസ്ഥ പ്രകാരം 3 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 1 മണിയോടുകൂടി ഈ മുന്നറിയിപ്പുകൾ മാറും. അത് ഒരു ദിവസത്തെ മൊത്തം ദിനാന്തരീക്ഷ വ്യവസ്ഥയായിരിക്കും. എന്തായാലും ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരും. അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുള്ളത്. വീണ. ശരി ടിൻഡു, അപ്പോൾ അവധിയുള്ള ജില്ലകൾ ശ്രദ്ധിക്കുക. പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ. അതിൽ തന്നെ ആലപ്പുഴ ജില്ലക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ ചില താലൂക്കുകളിൽ കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഏതായാലും ചേർത്തല ഭാഗത്ത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കുട്ടനാട് ആ ഭാഗത്തൊക്കെ അവധി, അപ്പോൾ നിങ്ങളുടെ താലൂക്കിൽ അവധി ഉണ്ടോ എന്ന് കൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കുട്ടികളെ സ്കൂളിലേക്ക് വിടുക. എല്ലാ മഴ മുന്നറിയിപ്പുകളും അനുസരിക്കുക എന്ന കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഡാമിൻ്റെ പ്രദേശങ്ങളിൽ, ഡാം തുറന്നു വിട്ടാൽ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെയും കുറച്ചുകൂടി കരുതലെടുക്കണം. കാരണം മിക്ക ഡാമുകളും അത് സംഭരണശേഷിയോട് അടുക്കുന്നു, ചിലതൊക്കെ സംഭരണശേഷി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സൂചിപ്പിച്ചു ഇതിനു മുൻപ് ഡാമുകളുടെ അവസ്ഥ. വയനാട്ടിൽ 2 ദിവസമായി മഴ തുടരുന്നുണ്ട്, അതിന് ശമനമില്ല. ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. ഈ മഴ കനത്ത് കഴിഞ്ഞാൽ അവധി കിട്ടുമല്ലോ കുട്ടികൾക്ക്. എന്നാൽ കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥലം കാണാൻ പോകാൻ. പ്രത്യേകിച്ച് അവർ ഈ വെള്ളച്ചാട്ടമൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം മഴ ഉള്ളതുകൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ നല്ല സമൃദ്ധമായി ഉണ്ടാകും, ഡാമൊക്കെ തുറന്നിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ എന്ന് ശ്രദ്ധിക്കുക. അത് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുക. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബാണാസുര സാഗർ ഡാമിലെ സ്പിൽവേ ഷട്ടർ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഉയർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കി വിടും എന്നാണ് അറിയുന്നത്. ഒപ്പം പാലക്കാട് മലമ്പുഴ ഡാം ഇന്ന് തുറക്കും. നമുക്കിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വയനാട് നിന്ന് അർജുനുണ്ട്, പാലക്കാട് നിന്ന് അരുണാലത്തൂരുണ്ട്, അപ്പോൾ ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും ചേരുന്നുണ്ട്. അർജുൻ, വയനാട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു ഈ മലവെള്ളപ്പാച്ചിലൊക്കെ കണ്ടപ്പോൾ. എങ്കിലും അവിടെ ഇപ്പോഴും ഈ അലർട്ടുകൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ടോ? അങ്ങനെ വരുന്ന ആളുകളെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക? അത് ചില പ്രഖ്യാപിത സ്പോട്ടുകളിലേക്കൊക്കെ ഒരു പക്ഷേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞാലും വയനാട്ടിൽ നമുക്കറിയാം ഒട്ടേറെ സ്ഥലങ്ങൾ അതല്ലാതെയുണ്ട്. ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട്
ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന ആളുകളെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക? എന്തൊക്കെ അലേർട്ടുകളാണ് ജില്ലയിലുള്ളത്? ബാണാസുര സാഗർഡാമിന്റെ അണക്കെട്ടിന്റെ ഈ സ്പിൽവേ ഷട്ടർ ഇന്ന് തുറക്കുന്നത്. ഏകദേശം 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായിട്ടാണ് പുഴയിലേക്ക് ഒഴുക്കി വിടുക. ഇന്ന് 10 മണിക്കായിരിക്കും ഈ ഷട്ടർ ഉയർത്തുക. ഈ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. തീരദേശത്തുള്ളവരൊക്കെ കൃത്യമായ ജാഗ്രത പാലിക്കണം. കാരണം വെള്ളം ഒഴുകുമ്പോൾ ചിലപ്പോൾ ഈ പ്രദേശത്തേക്കൊക്കെ പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ നിർദ്ദേശം ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും വയനാട്ടിലേക്ക് ഇപ്പോഴത്തെ വിനോദസഞ്ചാര മേഖലകളിൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. കുട്ടികളെ അവധിയാകുമ്പോഴൊക്കെ കുട്ടികളെയും കൂട്ടി ഈ പ്രദേശങ്ങളിലേക്ക് എത്തുക, വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തുക സ്വാഭാവികമാണ്. മാത്രമല്ല ജൂൺ ജൂലൈ മാസങ്ങളിലടക്കം ഈ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ തുടർന്നാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള ഒരു ആളുകളോട് റെസ്ട്രിക്ഷൻ ആവശ്യപ്പെട്ടത്. അതായത് ഇത്തരത്തിൽ ഈ ഒരു സ്ഥലങ്ങളിലേക്ക് വരുന്നത് വളരെയധികം കുറയ്ക്കുക എന്നുള്ളത് ആവശ്യപ്പെട്ടത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലെ കുറെ ഹിഡൻ പ്ലേസുകളുണ്ട്. അതായത് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നിരവധി ആളുകളാണ് ഇപ്പോഴും വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ പല അപകടങ്ങളും വയനാട്ടിൽ ഇതിനു മുൻപും ഈ കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ചൂരമലയിൽ അത്തരത്തിൽ മലവെള്ളം ഒലിച്ചു വരുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും മഴയാണ്. ഇത്തരത്തിൽ വയനാടിന്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഇവിടെ മഴ പെയ്തില്ലെങ്കിലും മലയുടെ മുകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ആ മഴവെള്ളം കുത്തിയൊലിച്ച് പുഴകളിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ മേഖലകളിലേക്കോ എത്തിപ്പെടും. അതിന്റെ ഉദാഹരണമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് വലിയ തോതിൽ വെള്ളം വന്ന് ചാടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പുലർത്തിക്കൊണ്ട് വേണം ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വരാൻ. പരമാവധി ഈ സമയങ്ങളിൽ, ഇത്തരം മഴ പെയ്യുന്ന സമയങ്ങളിൽ, ഇത്തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി നൽകിയിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടണം എന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം, അതായത് ട്യൂഷൻ സെന്ററുകൾ അടക്കം ഇന്ന് അടച്ചിടണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മിക്ക ഇടങ്ങളിലും വയനാട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളമുണ്ട പുളിഞ്ഞാലി, അതായത് മാനന്തവാടി വെള്ളമുണ്ട പുളിഞ്ഞാലിൽ റോഡിൽ ഒരു വൻ ഗർത്തം ആരോപപ്പെട്ടത്. അതായത് റോഡിന് നടുക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഗർത്തം ആരോപപ്പെട്ടത്. സമീപത്തെ നെല്ലക്കച്ചാലിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം, കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല 21 ആളുകളെ മാനന്തവാടി താലൂക്കിലെ പെരിഞ്ചേര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തൊട്ടടുത്തുള്ള അങ്കണവാടിയിലേക്ക് 21 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തൊക്കെ ഈ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളാണ്, താഴ്ന്ന പ്രദേശങ്ങളാണ്. ഇവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെരിഞ്ചേരയിലെ വീടുകളിലേക്ക് സമീപം ശക്തമായ ഉറവയിൽ നിന്ന് വെള്ളം വന്നതിനെ തുടർന്ന് 7 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റിയിട്ടുണ്ട്. പനമരം, അതുപോലെ തന്നെ മാനന്തവാടി, തവിഞ്ഞാൽ എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പുളിഞ്ഞാൽ പ്രദേശത്താണ്. ആ പുളിഞ്ഞാൽ പ്രദേശത്ത് ഇടവകയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ളത്. ഈ പ്രദേശത്തൊക്കെ കൃത്യമായ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് 10 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ബാണാസുര അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നുണ്ട്. അത് കൃത്യമായി ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിരവധി ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്വാറികൾ, വയനാട് ജില്ലയിലെ ക്വാറികളെല്ലാം അടച്ചിടണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ക്വാറികൾ പ്രവർത്തിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വീണ. ശരി അർജുൻ, നമുക്ക് പാലക്കാട്ടെ സാഹചര്യം നോക്കാം. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ പോകേണ്ടത്? ഈ മലമ്പുഴ ഡാം തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ ഈ ഡാമിന്റെ ഈ തീരപ്രദേശങ്ങളുള്ള ഏതൊക്കെ ഭാഗങ്ങളിലാണ് ആളുകൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്? ഡാം തുറക്കുമ്പോൾ കൽപ്പാത്തി പുഴയും അതുപോലെ തന്നെ ഭാരതപ്പുഴയിലെയും ഇരുകരകളിലും താമസിക്കുന്ന ആളുകളാണ്
പ്രധാനമായിട്ടും ജാഗ്രത പുലർത്തേണ്ടത്. ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടെ ഈ മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം ഉയർത്തും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. നിലവിൽ ഈ ഡാമിലെ ജലനിരപ്പ് എന്നുള്ളത് 111.24 മീറ്റർ ആണ്. പരമാവധി ജലസംഭരണ നില 115.06 മീറ്റർ ആണ്. റൂൾ കർവ് പ്രകാരം ജലനിരപ്പ് നിലനിർത്തുന്നതിനാണ് ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ 10-ന് തുറക്കുന്നത്. ഈ മലമ്പുഴ ഡാമിൽ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മഴയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ ഇന്നലെ വരെ മലമ്പുഴയിൽ പെയ്തത് 346 മില്ലിമീറ്റർ മഴയാണ്. സാധാരണ ലഭിക്കാറുള്ളതിനേക്കാൾ ഇരട്ടിയാണ് ഇത്തവണ മഴ ഈ മലമ്പുഴ ഡാമിന്റെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്നത്. ജലസേചന വകുപ്പിന്റെ മഴ മാപ്പിംഗിലാണ് ഇത്തരത്തിൽ മഴയുടെ അളവ് കൂടുതലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അകമലവാരം മലനിരകളിൽ ശക്തമായ മഴയുള്ളതിനാൽ ഡാമിന്റെ ജലസ്രോതസ്സുകളായ പുഴകളിലും തോടുകളിലും ഒഴുക്ക് കൂടി ഡാമിലെ ജലനിരപ്പ് ഈ 111.15 മീറ്റർ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് ഈ ജൂൺ മാസത്തിൽ ഇത്രയും ജലനിരപ്പ് 2016 എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 104.71 ആയിരുന്നു ഡാമിലെ ജലനിരപ്പ്. ആ 104.71 കഴിഞ്ഞ വർഷം ഇതേ സമയത്തുള്ള സാഹചര്യത്തിലാണ് ഇത്തവണ അത് 111 എത്തി ഡാം ഇത്തവണ തുറക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. മലമ്പുഴ ഡാമിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിലെ വിവിധ ഡാമുകളിലും ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാഞ്ഞിരപ്പുഴ ഡാമിലെ ജലനിരപ്പ് നോക്കുകയാണെങ്കിൽ 94.56 മീറ്റർ ആണ്. അവിടെ പരമാവധി ജലസംഭരണ നില 97.50 മീറ്റർ ആണ്. ഡാം ഇതിനകം തന്നെ തുറന്നിട്ടുണ്ട്. എല്ലാ സ്പിൽവേ ഷട്ടറുകളും 30 സെന്റിമീറ്റർ വീതമാണ് അവിടെ തുറന്നിരിക്കുന്നത്. അതുപോലെ മങ്ങാട് ഡാമിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ജലനിരപ്പ് 76.97 മീറ്റർ ആണ്. പരമാവധി അവിടുത്തെ ജലസംഭരണ നില എന്നുള്ളത് 77.88 മീറ്റർ ആണ്. അവിടെയും ഡാം തുറന്നിട്ടുണ്ട്. 6 സ്പിൽവേ ഷട്ടറുകളും 40 സെന്റിമീറ്റർ വീതമാണ് അവിടെ തുറന്നിരിക്കുന്നത്. പോത്തുണ്ടി ഡാമിലെ നിലനിരപ്പ് പരിശോധിക്കുമ്പോൾ 103.23 മീറ്റർ ആണ്. പരമാവധി ജലസംഭരണ നില അവിടെ 108.24 മീറ്റർ ആണ്. പോത്തുണ്ടി ഡാം തുറന്നിട്ടില്ല. അതും ഇനി ഇങ്ങനെ തുടരുകയാണെങ്കിൽ തുറക്കുമെന്നുള്ളതാണ്. മീൻകര ഡാമിൽ നിലവിലെ ജലനിരപ്പ് 156.09 മീറ്റർ ആണ്. അവിടെ പരമാവധി ജലസംഭരണ നില എന്നുള്ളത് 156.36 മീറ്റർ ആണ്. ഡാമിന്റെ 2 സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം അവിടെയും തുറന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചുള്ളിയാർ ഡാമിൽ 150.88 മീറ്റർ ഉണ്ട്. അവിടെയും അതുപോലെ തന്നെ വാളയാർ ഡാമിൽ 199.49 മീറ്റർ. മൂലക്കാവ് റെഗുലേറ്ററിൽ 181.30 മീറ്റർ. അതുപോലെ തന്നെ ശിരുവാണി ഡാമിൽ 876.35 മീറ്റർ ആണ് അവിടെയും ജലനിരപ്പ് ഉള്ളത്. ഇതിൽ ശിരുവാണി ഡാമിലെയും ഷട്ടറുകൾ തുറന്നിരിക്കുന്ന സാഹചര്യം 50 സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വേനൽ മഴയും അതുപോലെ തന്നെ കാലവർഷവും ഒക്കെ 60% അധികം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മെയ് 23 മുതൽ ജൂൺ 26 വരെയുള്ള 35 ദിവസത്തിനിടെ പെയ്തത് 501.4 മില്ലിമീറ്റർ മഴയാണ്. ഈ കാലവർഷത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 104.3 മില്ലിമീറ്റർ അധിക മഴയാണ് ഇത്തവണ പെയ്തത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് വ്യക്തമാക്കുന്നത്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്തത് ഇതിനു മുൻപ്, അതായത് ഈ പാലക്കാട് ജില്ലയിൽ കുറഞ്ഞ ദിവസങ്ങൾക്ക് ഉള്ളിൽ കൂടുതൽ മഴ പെയ്തത് ഇതിനു മുൻപ് 2018 അതുപോലെ തന്നെ 2019 അതായത് മുമ്പ് പ്രളയം ഉണ്ടായ 2 കാലങ്ങളിലാണ് ഇത്രയും മഴ പാലക്കാട് പെയ്തിരിക്കുന്നത്. 2018 ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 7 വരെയായിരുന്നു അത് 20 ദിവസത്തിനിടെ 654.2 മില്ലിമീറ്റർ മഴ പെയ്തത്. അന്ന് ജില്ല പ്രളയത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 2019 20 ദിവസത്തിനിടെ 600.1 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അതേസമയം ഈ ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് 10 വർഷത്തിന് ശേഷം കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ഇത്തവണ ആദ്യമായിട്ടാണെന്നുള്ളതാണ്. ഈ അവസാനം തന്നെ മഴ ശക്തമായിരുന്നു എന്നും കഴിഞ്ഞ വർഷം ജൂലൈ 20 ശേഷമായിരുന്നു കഴിഞ്ഞ വർഷം കാലവർഷം ശക്തി പ്രാപിച്ചത്. പക്ഷെ ഈ വർഷം വേനൽ മഴയിൽ 100%-ലേറെ അധികമായി ലഭിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. 207.8 മില്ലിമീറ്റർ വേനൽ മഴയാണ് ഇത്തവണ പാലക്കാട് പെയ്യുന്നത്. സാധാരണ 100 മില്ലിമീറ്റർ വരെയാണ് പെയ്യാറ്. ഈ മാസം 1 മുതൽ തന്നെ ഇന്നലെ വരെ 406.5 മില്ലിമീറ്റർ മഴ പെയ്തു. അതായത് മഴ കൂടുതൽ പെയ്തതോടെ ഡാമുകളുടെയും ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള പുഴകളുടെയൊക്കെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്നു. ആളുകൾക്ക് നേരത്തെ വീണ പറഞ്ഞതുപോലെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പാലക്കാട് ജില്ലയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴയിൽ പുഴയരികിൽ വെള്ളച്ചാട്ടത്തിൽപ്പെട്ടുമൊക്കെ ധാരാളം മരണങ്ങൾ ഇതിനോടകം തന്നെ പാലക്കാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുഴയിൽപ്പെട്ട് ഒഴുക്കിൽപ്പെട്ടൊക്കെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതിയും കൂടെയാണുള്ളത്. ഓക്കെ, ശരി ആരോട്. നമുക്ക് ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് കൂടി ചെയ്യുന്നുണ്ട്. സുബിൻ, നമുക്ക് അവിടെ ആശങ്ക എപ്പോഴും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ്
ഉയരുന്നതായി ഇപ്പോൾ ഏത് സെൻറ്റിമീറ്ററിൽ എത്തി നിൽക്കുകയാണ്. അപ്പം മറ്റ് ഇടവിട്ടുള്ള മഴ വളരെ ശക്തമാണ് എന്നും ആണ് റിപ്പോർട്ട്. വിവരങ്ങൾ പറയും. സാഹചര്യം മലയോര മേഖലയിലും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും ലോ റേഞ്ച് മേഖലയിലും എല്ലാം തന്നെ ഈ ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ചെറു ഡാമുകളെല്ലാം തന്നെ നിലവിൽ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ചാണ്. നിലവിൽ 135 അടിക്ക് മുകളിലേക്ക് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്പിൽവേ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുമെന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന കണക്കുകൾ പ്രകാരം 135 അടി പിന്നിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരടി കൂടി വരുന്നത്, അതായത് 136 അടിയിലേക്ക് എത്തിയ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടതായുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ തമിഴ്നാട് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ അളവിൽ ക്രമാതീതമായ വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 28-ാം തീയതിയോടുകൂടി ഈ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടി വരുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടതായുണ്ട്. എന്തായാലും വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം, അതായത് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഉൾവനങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ ഇതുവരെ ഒരു കുറവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സ്പിൽവേ ഷട്ടറുകൾ തുറന്നാലും ഈ വെള്ളം എത്തുക ഇടുക്കി ഡാമിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ബ്ലൂ അലേർട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഇടുക്കി ഡാമിൽ ഒരു ബ്ലൂ അലേർട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 2365 അടിയോളം വെള്ളം എത്തിയെങ്കിൽ മാത്രമേ ആ ഒരു ബ്ലൂ അലേർട്ട് നൽകേണ്ടതായുള്ളൂ. നിലവിൽ 2358 അടിയിൽ മാത്രമാണ് ഈ ഒരു വെള്ളം എത്തി നിൽക്കുന്നത്. അതിനുശേഷം ശരി സുബിൻ, ഏതായാലും വലിയ ആശങ്കകളൊന്നും നമുക്ക് ഇല്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ടുള്ള കനത്ത മഴ ഉണ്ടാകുന്നത് പുറത്തിറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇടുക്കി പോലുള്ള മലയോര പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഇനി മറ്റ് ജില്ലകളിലെ ചില റെയിൻ അപ്ഡേറ്റുകളിലേക്ക് വളരെ പെട്ടെന്നൊന്ന് പോയി കഴിഞ്ഞാൽ കൊടകരയിലെ വിഷയമാണ് നമുക്കൊരല്പം ആശങ്ക ഉണ്ടാക്കുന്നത്. അവിടെ ഒരു കെട്ടിടം തകർന്നു വീണിട്ടുണ്ട്. കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. മഴ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് തകർന്നു വീണതെന്നാണ് അറിയുന്നത്. വ്യാപാര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നതിൻ്റെ. കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം വളരെ പെട്ടെന്ന് തന്നെ. ഇത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനുള്ളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വരാം. കോഴിക്കോട് മാവൂർ, ചാത്തമംഗലം, പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയെന്ന റിപ്പോർട്ടുണ്ട്. ഒപ്പം മാവൂർ, കച്ചേരിക്കുന്ന്, തെങ്ങിലക്കടവ് ഭാഗത്തെ വീടുകളിൽ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം. മാവൂർ പഞ്ചായത്തിൽ ശ്രദ്ധിക്കുക, മാവൂർ പഞ്ചായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഈ അവധിയെക്കുറിച്ച് പറയുമ്പോൾ 7 ജില്ലകളിലാണ് അവധി ഉള്ളത്. പക്ഷേ അവിടങ്ങളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മറ്റ് ജില്ലകളിലൊക്കെ പരീക്ഷ ഇന്ന് നടക്കും. അതുകൊണ്ട് പരീക്ഷകൾ മാറ്റിവെക്കുന്നില്ല. ഒരു ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ഈ കൊടകരയിലെ വിഷയത്തിലേക്ക് വളരെ വിശദമായി ഒന്ന് പോകാം. സാനു ആണ് ചേരുന്നത് നമ്മോടൊപ്പം. സാനു, കനത്ത മഴയാണ് തൃശ്ശൂരിലുള്ളത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് തകർന്നത്. പക്ഷെ നമുക്ക് അറിയേണ്ടത് അതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? വീണ, കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് തൃശ്ശൂർ കൊടകരയിൽ തകർന്നിട്ടുള്ളത്. അതായത് ഇന്നലെ മുതൽ കഴിഞ്ഞ ദിവസം തൊട്ട് തൃശ്ശൂരിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ചാലക്കുടി അടക്കമുള്ള പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്. ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്ന വേളയിലാണ് തൃശ്ശൂർ കൊടകരയിൽ നിന്നും വലിയൊരു ദുരന്തത്തിന്റെ വാർത്ത കൂടെ പുറത്തു വരുന്നത്. 17 പേരോളം ഉണ്ടായിരുന്ന കെട്ടിടം തകർന്നു വീണു. ഈ ശക്തമായിട്ടുള്ള മഴയിൽ നിലംപതിക്കുമെന്നാണ് കൊടകരയിൽ നിന്ന് വരുന്നത്. അതായത് 17ഓളം തൊഴിലാളികൾ ഈ കെട്ടിടത്തിൽ ഉള്ള സമയത്താണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. നിലവിൽ 3 പേർ ഈ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഈ 17 പേരിൽ 3 പേരാണ് ഈ കെട്ടിടത്തിനുള്ളിൽ പെട്ടിട്ടുള്ളതെന്നാണ് വിവരം. അതേപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിതമായി രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി കൊടകരയിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും ഈ കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ കെട്ടിട ഭാഗങ്ങളൊക്കെ പൊളിച്ചു നീക്കി ഇതിനുള്ളിൽ ആരൊക്കെയാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും ഒപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി സാനു, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. വളരെ പെട്ടെന്ന് സാനുവിലേക്ക് തിരിച്ചു വരാം. മറ്റു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ണൂർ ഏഴര കടപ്പുറത്ത് കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളത് വളരെ സങ്കടമുള്ള വാർത്തയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മഴക്കാലത്ത് ഈ കടലിൽ നിന്ന് നമ്മൾ അധികം വിശ്വസിക്കേണ്ട. കാരണം നമുക്ക് അറിയാൻ കഴിയില്ല, കള്ളക്കടൽ പ്രതിഭാസം ഒക്കെ ഉള്ളതാണ്. വലിയ തോതിൽ തിരമാല അടിക്കാനുള്ള സാധ്യത കാരണം കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഘട്ടങ്ങളിൽ ജലാശയങ്ങളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അത് ഏത് തരത്തിലുള്ളതോ ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ശ്രദ്ധിക്കുക. വയനാട്ടിലെ തന്നെ ഒരു വാർത്ത കൂടി, ഈ ചൂരൽമലയിലെ ബെയിലി പാലം അടച്ചു എന്നുള്ളതാണ്. പാലത്തിന് താഴെയുള്ള സംരക്ഷണ ഭിത്തിയിൽ അറ്റകുറ്റപ്പണി തീരുന്നത് വരെ പാലം അടച്ചിടാനാണ് തീരുമാനം.
അതേസമയം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിൽ അഴിമതി ഉണ്ട് എന്ന ആരോപണമുണ്ട്. BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ ആരോപിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കാം, അദ്ദേഹത്തിന്റെ വാക്കുകളും കേൾക്കാം. ബെയിലി പാലത്തിന്റെ താഴെയുള്ള പൊട്ടൽ വീണ സംരക്ഷണ ഭിത്തിയുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയതിനെ തുടർന്നാണ് പാലം അടച്ചിട്ടത്. ഇതോടെ തൊഴിലാളികൾക്ക് അക്കരെയുള്ള തേയിലത്തോട്ടത്തിലെത്താൻ കഴിയാതെയായി. പണിയില്ലാത്തതിനായി ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. 40 ലക്ഷം രൂപ മുടക്കിയാണ് PWയുടെ നേതൃത്വത്തിൽ സംരക്ഷണ ഭിത്തി പൂർത്തിയാക്കിയത്. എന്നാൽ മഴവെള്ളം കുത്തിയൊലിച്ചതോടെ സംരക്ഷണ ഭിത്തിയുടെ പലയിടങ്ങളിലും വിള്ളലുകൾ കണ്ടു തുടങ്ങി. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിൽ അഴിമതിയുണ്ടെന്നും കൃത്യമായ പരിശോധന നടത്തണമെന്നും വയനാട് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ പറഞ്ഞു. ബെയിലി പാലത്തിന് കുറച്ചുകൂടി സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി സംരക്ഷണ ഭിത്തി കെട്ടിയതാണ് അവിടെ പൊളിഞ്ഞു പോയിട്ടുള്ളത്. കൊടിയ അഴിമതിയാണ് അതിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു മലവെള്ളപ്പാച്ചിൽ ചെറുതായി വന്നപ്പോൾ പോലും അത് അടിഞ്ഞിട്ടുള്ളത്. ചൂരൽമല പോലുള്ള ഈ പുന്നപ്പുഴയിൽ നിരന്തരം അതിശക്തമായിട്ടുള്ള കുത്തൊഴുക്കുള്ള പുഴയാണ്. അവിടെ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മുൻകരുതലും എടുക്കാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ സംരക്ഷണ ഭിത്തി കെട്ടുകയും അഴിമതി മാത്രം മുന്നിൽ കണ്ട് കെട്ടിയത് കൊണ്ടാണ് ഇത് തകർന്നടിഞ്ഞു പോയിട്ടുള്ളത്. ഇതിൽ കൊടിയ അഴിമതിയുണ്ട്. ഇതൊക്കെ അന്വേഷിക്കേണ്ട അത് അടിയന്തരമായി അന്വേഷിച്ച് അതിന് റിപ്പോർട്ട് കൊടുക്കേണ്ടതുള്ളതാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. അറ്റകുറ്റപ്പണികൾ തീരുന്നതുവരെ പാലം അടച്ചിടുമെന്ന് ജില്ലാ പോലീസ് മേധാവി പ്രതികരിച്ചു. ഇപ്പോൾ മഴ കൂടുതലായതുകൊണ്ട് കൂടുതലായിട്ട് ഈ ബ്രിഡ്ജും പ്രൊട്ടക്ഷനും നമുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് വെച്ചത്. അവരുടെ ഇമോഷൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ വർക്കും നടക്കണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. വർക്ക് നടക്കിക്കോട്ടെ. അങ്ങനെ ഈ മൊത്തം അത് ചെയ്താൽ മാത്രമേ ഇനി എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് എളുപ്പമാവും, അല്ലെങ്കിൽ തടസ്സമുണ്ടാവും. ഗാബിയോൺ മാതൃകയിൽ കരിങ്കലിൽ കെട്ടിയതിന് സമീപത്തെ സംരക്ഷണ ഭിത്തിക്കാണ് വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ബെയിലി പാലത്തിന് യാതൊരുവിധ ബലക്ഷയവും സംഭവിച്ചിട്ടില്ല. ജനം, വയനാട്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിശകലനങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ജയിച്ചവർക്ക് പോലും പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അവിടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. നിലമ്പൂർ മുൻ MLA PV അൻവറിനെ തുറന്നു കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് CPM സംസ്ഥാന സമിതി വിലയിരുത്തിയിരിക്കുന്നു. അതാണ് പരാജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളത്. PV അൻവർ ഇടതു വഞ്ചകൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇടതു വോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയി. ആര്യടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾക്കും അൻവർ തടയിട്ടു. UDFന്റെ നെഗറ്റീവ് വോട്ടിൽ വലിയ പങ്ക് അൻവറിന് കിട്ടി എന്നുമാണ് CPMന്റെ വിലയിരുത്തൽ. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, CPMന്റെ വിലയിരുത്തൽ അൻവർ ചതിച്ചു എന്നാണ്. അതായത് അൻവർ ഫാക്ടർ കൃത്യമായ രീതിയിൽ CPMന് തിരിച്ചടിയായി എന്നുള്ളത് ഏതൊക്കെ തരത്തിൽ എന്ന് പറയുന്നു? വീണ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അടിയേറ്റത് CPMനാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. പാർട്ടി വോട്ടുകൾ വരെ ചോർന്നു പോയൊരു ഘട്ടമാണ് CPMൻ്റേത്. അവിടെ അൻവറിനെ തുറന്നു കാട്ടാൻ CPMന് കഴിഞ്ഞില്ല എന്നൊരു രൂക്ഷ വിമർശനമാണ് CPM സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം ഉയർന്നത്. P. രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയൊക്കെ സംസാരിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി തന്നെ വാർത്ത നൽകിയതുമാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ RSSുമായിട്ട് CPM കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു
വിവാദം പുറത്തു വരുന്നത്. ആ വിവാദം വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ താക്കീത് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനവും അതോടൊപ്പം തന്നെ താക്കീതും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങളും പാർട്ടിയിൽ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് അൻവർ എഫക്റ്റ് ആണെന്ന്, അല്ലെങ്കിൽ അൻവറാണ് അതിന് പ്രധാന കാരണമായിട്ട് CPM സംസ്ഥാന സമിതി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൻവറിനെ തുറന്നു കാട്ടാൻ പാർട്ടിക്ക് നിലമ്പൂരായിട്ടില്ല. അതാണ് ഒരുപക്ഷെ 10,000-ലധികം ഭൂരിപക്ഷവും അല്ലെങ്കിൽ 10,000-ലധികം വോട്ടുകൾ അൻവറിന് മറിക്കാൻ സാധിച്ചത് എന്നൊരു ഘട്ടം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഉടലെടുത്ത് വരുന്നത്. അൻവറിന്റെ യഥാർത്ഥ മുഖം, അൻവർ എന്താണ്, അൻവർ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്നും വിട്ടുപോയി, എന്തുകൊണ്ട് അൻവറും പാർട്ടിക്കും സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല, ഏത് ഘട്ടത്തിലാണ് അൻവറുമായിട്ട് ഉടക്കി പിരിയേണ്ടി വന്നത്, അൻവറിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തേണ്ടി വന്നു, ഈ ഒരു കാര്യങ്ങളൊന്നും മണ്ഡലത്തിലെ ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചിട്ടുണ്ടോ, ഇടതുപക്ഷത്തെ വഞ്ചിച്ചുകൊണ്ടാണോ അപ്പുറത്തു നിന്ന് മത്സരിച്ചത്, ഈ തുടങ്ങിയ വിഷയങ്ങളൊന്നും പാർട്ടിക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യവും CPM സംസ്ഥാന സമിതിയിൽ ഉയരുന്നുണ്ടായിരുന്നു. ഇടത് വോട്ടിന്റെ ഭൂരിഭാഗവും അൻവർ കൊണ്ടുപോയി എന്ന് പറയും. നമുക്കറിയാം അൻവർ ഒരു അവസാന ഘട്ടമാകുമ്പോഴേക്കും അൻവർ ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു റോഡ് ഷോയൊക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരത്തിലൊരു റോഡ് ഷോയൊക്കെ നിലമ്പൂർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷത്തിൽ, അതായത് CPM-ന് വരുന്നതിനേക്കാൾ ജനപങ്കാളിത്തം ആ റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അവസാന ലാപ്പായപ്പോഴേക്കും കൊട്ടിക്കലാശം നടത്തുന്നതിന് അൻവർ വ്യക്തമായിട്ടുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിയോട് കൂടിയാണ് മുന്നോട്ട് പോയതെന്നും CPM വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിനെ തുറന്നു കാട്ടാൻ പാർട്ടി പരാജയപ്പെട്ടു. അൻവർ ഏത് ഘട്ടത്തിലാണ് ഇടത് വഞ്ചകനായതെന്ന് പാർട്ടിക്ക് തുറന്നു കാട്ടാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഏതാണ്ട് 60,000-ലധികം വോട്ടാണ് നമുക്കറിയാം M സ്വരാജിന് ഈ നിലമ്പൂരിൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അത് എല്ലാ തവണയും നിലമ്പൂർ എന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ലഭിക്കുന്ന വോട്ട്, ആ വോട്ട് നിലനിർത്താൻ സാധിക്കാതെ ആ വോട്ടിൽ നിന്നും താഴോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ അവിടെ വന്ന വീഴ്ച അത് അൻവറിനെ തുറന്നു കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പിന്നീട് പറഞ്ഞത് UDF വിരുദ്ധ വോട്ടുകളാണ്. ഈ UDF വിരുദ്ധ വോട്ടുകളും CPM-ലേക്ക് കൊണ്ടുവരാനായിട്ട് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അതൊരു വലിയ വീഴ്ചയാണ്. ആ ഒരു വീഴ്ചയാണ് ഒരു പക്ഷേ നിലമ്പൂർ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്തിനെ ഉൾപ്പെടെ നിലമ്പൂർ മത്സരിപ്പിച്ചിട്ടും ഇത്തരത്തിൽ വലിയൊരു തോൽവിയിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വന്നെന്നൊരു വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെന്തായാലും സംസ്ഥാന സമിതി യോഗം അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ചേർന്ന ശില്പശാലയിലും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടി സെക്രട്ടറിക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും ഒക്കെ ഉയർന്നിരുന്നു. ഈ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു ഘട്ടമൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പല ഘട്ടത്തിലും ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം M സ്വരാജിനെ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. പിന്നെ ആ മണ്ഡലത്തെ പറ്റി ഒരു അനലൈസ് ചെയ്ത് പാർട്ടിയെ അറിയിക്കാൻ പറയുന്നു. M സ്വരാജ് തന്നെ നേതൃത്വം എടുത്തുകൊണ്ട് മണ്ഡലത്തെ പറ്റി ഒരു അനലൈസ് നടത്തിയതിനു ശേഷം പാർട്ടി അറിയിക്കുന്നു അവിടെ ഒരു ന്യൂനപക്ഷ സമവാക്യം കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ CPM-ന് വിജയിക്കാൻ സാധിക്കുമെന്ന മുന്നറിയിപ്പ് M സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ അവിടെ അത്തരത്തിലൊരു ന്യൂനപക്ഷ സമവാക്യം കൊണ്ടുവന്നില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള M സ്വരാജിനെ മത്സരിപ്പിക്കുന്നു. അവിടെ വസീഫ് അല്ലെങ്കിൽ DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അംഗം കൂടിയായിട്ടുള്ള വസീഫിനെ മത്സരിച്ചാൽ കൂടുതൽ നന്നായിട്ട് അവിടെ വോട്ട് പിടിക്കാൻ സാധിക്കുമെന്നൊരു ഒരു സമവാക്യം കൂടി കൊണ്ടുവന്നു. പക്ഷേ അതിനെ എതിർത്തുകൊണ്ടാണ് സ്വരാജിനെ രാജധാനി എക്സ്പ്രസിൽ അങ്ങോട്ടേക്ക് അയക്കുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് വീഴ്ചയാണ്. ആ വീഴ്ച വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്ന് പാർട്ടിക്കുള്ളിൽ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. വിമർശനങ്ങളും തമ്മിത്തല്ലുകളും താക്കീതുമായിട്ട് CPM സംസ്ഥാന സമിതി ഇന്ന് അവസാനിക്കുക. അപ്പോഴാണ് ഇത്തരത്തിൽ അൻവർ ഒരു വലിയൊരു ഘടകമായിരുന്നു, പാർട്ടിക്ക് തോൽക്കാനുള്ളൊരു ഘടകമായിരുന്നു. അൻവറിനെ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിക്ക് തുറന്നു കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തുന്നത്. വീണ. ഓക്കെ, ശരി ടിൻഡു. കൊടകരയിലെ കെട്ടിടം ഇടിഞ്ഞു വീണ വാർത്ത കണ്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട് സാജ്. എന്തുകൊണ്ട് നമ്മൾ കൊടുത്തില്ല എന്ന്? നമ്മൾ കൊടുത്ത കാര്യം സാജ് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. സാജ് ഒന്ന് അടങ്ങിയിരുന്ന് ജനം TV കാണൂ, അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും, വാർത്തകളൊക്കെ. ഏതായാലും അതിനകത്ത് ഇപ്പോൾ ഒരു അപ്ഡേറ്റ്സ് നമുക്ക് നൽകാനുള്ളത് 3 തൊഴിലാളികൾ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം തുടരുന്നു. നമുക്ക് ആ വാർത്തയിലേക്കും വരാം. മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. ശശി തരൂർ MP അധ്യക്ഷനായ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം പ്രധാന ചർച്ചാ വിഷയമാകും. അതേസമയം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിന് കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ വിമർശനം കടുപ്പിക്കുകയുമാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, അങ്ങനെ ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ വിമർശനങ്ങൾ പലതും വരുന്നുണ്ട്, പക്ഷെ നടപടിയൊട്ട് എടുക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ വിഷയത്തിൽ. പക്ഷേ തരൂരാകട്ടെ പറയാനുള്ളത് പറയും, ശരിയെന്ന് തോന്നുന്നത് പറയുക തന്നെ ചെയ്യും എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയുമാണ്. ഏതായാലും ഇന്ന് യോഗം ചേരുമ്പോൾ, പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുമ്പോൾ എങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് നയതന്ത്ര വിഷയം ചർച്ചയായി വരിക? മറ്റു വിവരങ്ങൾ കൂടി ജിഷ്ണു.
വീണ നമസ്തേ. ഗുഡ് മോർണിംഗ്. ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇന്ന് യോഗം ചേരുന്നത്. യോഗത്തിൽ ബംഗ്ലാദേശ് എന്ന അയൽരാജ്യവുമായും ഭാരതം സ്വീകരിക്കുന്ന നയതന്ത്ര ബന്ധം സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം നിലവിൽ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നയതന്ത്ര നടപടികൾ, രാജ്യത്തിൻ്റെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിഷയങ്ങളിലെ ചർച്ചകളാണ് ആ യോഗത്തിൽ ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും ലേഖനങ്ങളുമെല്ലാം ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിലും ശശി തരൂരിനെ പിണക്കുന്ന പ്രതികരണങ്ങളൊന്നും തൽക്കാലം വേണ്ട, അനുനയിപ്പിച്ച് കൂടെ നിർത്താമെന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുള്ളത്. കാരണം രാജ്യത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവ്, തിരുവനന്തപുരത്ത് നിന്നുള്ള MP, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിണക്കി മാറ്റി നിർത്തേണ്ട, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കേണ്ട എന്നൊരു നിലപാട് ആദ്യം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായി കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വിദേശ രാഷ്ട്രീയങ്ങളിലെ ഇടപെടൽ, വിദേശ രാഷ്ട്രങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, പ്രവർത്തനത്തിലെ ഊർജ്ജം എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ദ ഹിന്ദുവിൽ ശശി തരൂരിൻ്റെ ലേഖനം പുറത്തു വന്നിരുന്നു. ഒപ്പം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലൂടെ പ്രതികരണങ്ങളായി വ്യക്തമാക്കുന്നത് എന്ന് ശശി തരൂർ വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് തരൂരിനെതിരെയുള്ള വിമർശനം കടുപ്പിക്കുകയാണ്. വിഷയത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം ഖാർഗെയുടെ ഭാഗത്തുനിന്ന്, കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് തരൂരിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ്സിന് രാജ്യമാണ് പ്രധാനം, എന്നാൽ മറ്റു ചിലർക്ക് മോദിയാണ് പ്രധാനം, രാജ്യം രണ്ടാമതാണ് എന്ന ശശി തരൂരിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രസ്താവന ഖാർഗെ നടത്തുന്നു. അതിന് പിറകെയും മാണിക്കം ടാഗോർ ആണെങ്കിലും KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ ശശി തരൂരിനെതിരെ വിമർശനവും ഇത്തരത്തിൽ പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങളും എക്സിലെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി ശശി തരൂരിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം അടുത്തിരിക്കുകയാണ്. അത്തരത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക്, തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടക്കാനിരിക്കുകയും കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശശി തരൂരിൻ്റെ നിലപാട് എന്തായിരിക്കും, ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നേതൃത്വത്തിനെതിരെയുള്ള വിമർശനവും ദേശീയ നിലപാടുകൾ ഉയർത്തി പിടിച്ചുകൊണ്ടും ഭാരത സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടുമുള്ള പോരാട്ടം ശശി തരൂർ തുടരുമോ, അതല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് പുതിയൊരു വഴിയിലേക്ക് തരൂർ പോകുമോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശശി തരൂർ ഇന്ന് ഡൽഹിയിലുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാർലമെന്ററിയുടെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. അതിന് മുൻപായി തരൂരിൻ്റെ പ്രതികരണം തേടാൻ തീർച്ചയായും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മുൻപ് ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നതും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുയരുന്ന വിമർശനമെല്ലാം ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് അതൊന്നും BJPയിൽ ചേരുന്നു എന്നുള്ള സൂചനകളല്ല, തനിക്ക് ബോധ്യമുള്ള ശരിയെന്ന് തോന്നുന്ന പ്രസ്താവനകളാണ്, പ്രതികരണങ്ങളാണ് നടത്തിയത് എന്നായിരുന്നു ശശി തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവെന്ന ചുമതലയുള്ള രാഹുൽ പോലും മധ്യപ്രദേശിലെ ഉൾപ്പെടെ പൊതുവേദികളിൽ രാജ്യത്തിൻ്റെ സൈന്യത്തിനെയും ഭാരതത്തിൻ്റെ സർക്കാരിനെയും, നമ്മുടെ രാജ്യത്തിൻ്റെ സർക്കാരിനെയും താഴ്ത്തിക്കെട്ടിക്കൊണ്ടും അപമാനിച്ചുകൊണ്ടുമുള്ള പ്രസ്താവന നടത്തിയെങ്കിൽ ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവ്, എന്ന MP വിദേശ വേദികളിൽ പോലും ഭാരതത്തിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും അത് ഉയരെ പറയുകയും അത് ഉറക്കെ പറയുകയും ചെയ്തിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ വലിയ അസഹിഷ്ണുത നിലവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് സോണിയ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വത്തിന് ശശി തരൂരിനോടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് നിലവിൽ മാണിക്കം ടാഗോർ ഉൾപ്പെടെയുള്ളവർ ശശി തരൂരിനെതിരെ ഇത്തരത്തിൽ പരോക്ഷ വിമർശനവും രംഗത്തെത്തിയിട്ടുള്ളത്. നേരത്തെ തരൂരിൻ്റെ തന്നെ X പോസ്റ്റ് പരിശോധിക്കുമ്പോൾ പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും ആകാശം ആരുടെയും സ്വന്തമല്ല, ചിറകുകൾ നിങ്ങളുടേതാണ് എന്നൊരു പോസ്റ്റ് തരൂർ പങ്കുവച്ചിരുന്നു. അതിന് മറുപടിയായി ആകാശം അത്ര സുരക്ഷിതമല്ല, പരുന്തുകളും കഴുകന്മാരും വേട്ടയാടാനുണ്ടാകും എന്നായിരുന്നു കോൺഗ്രസ് നേതാവും MP-യുമായിട്ടുള്ള മാണിക്കം ടാഗോർ Xലൂടെ തന്നെ പ്രതികരിച്ചത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തരൂർ ഇത്തരത്തിലുള്ള പ്രവർത്തനം തുടരുമോ അതല്ലെങ്കിൽ പുതിയ വഴി വെട്ടുമോ എന്നുള്ളതാണ്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. കൊടകരയിലെ കാര്യം നമ്മൾ ആശങ്കയായി പറഞ്ഞു. കൊടകരയിൽ പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത് എന്നുള്ളതാണ്. 3 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ 17 പേരാകെ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നും അറിയുന്നു. പോലീസും ഫയർഫോഴ്സും എല്ലാം സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നമുക്ക് പോകാം സാനുവിലേക്ക്. സാനു കെ സജി വിവരങ്ങളുമായി ചേരുകയാണ്. സാനു, 17 പേരുണ്ടായിരുന്നു, പക്ഷേ ഇത് ബാക്കിയുള്ളവർക്ക് 14 പേർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോ ഈ രക്ഷാപ്രവർത്തകർക്ക് അവരെ
അവരെ രക്ഷപ്പെടുത്തിയതാണോ? ഈ 3 പേർ കുടുങ്ങിക്കിടക്കുന്നത് എവിടെയൊക്കെയെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വളരെ പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ കഴിയുമോ? മനസ്സിലാകും എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അപകടമാണ്, എത്രത്തോളം ആശങ്ക ജനിപ്പിക്കുന്ന അപകടമാണ് കൊടകരയിൽ സംഭവിച്ചതെന്ന്. എന്തായാലും ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ കെട്ടിടം നിലം പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ കെട്ടിടത്തിൽ 17 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അതായത് പല ഭാഗങ്ങളിൽ തൊഴിലെടുക്കുന്നതിന് വേണ്ടി ഈ കൊടകരയിൽ എത്തിയിട്ടുള്ള 17ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. അതായത് കെട്ടിടത്തിന്റെ മുൻഭാഗം ഇടിഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ട് 14 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതായത് ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വലിയൊരു ശബ്ദത്തോടു കൂടി നിലം പതിക്കുകയായിരുന്നു. ഇത് കണ്ട് പല ഭാഗത്തേക്കും ചിതറി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ 14 പേര്. 3 പേരാണ് ഈ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഈ 3 പേർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇവിടെ ഊർജിതമായിട്ട് നടക്കുകയാണ്. ഈ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടു എന്ന് സംശയിക്കുന്നവരുടെ പേര് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ, അലീം, റൂബൽ എന്നീ 3 പേരാണ് ഈ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടതായിട്ടുള്ള ഒരു പ്രാഥമിക നിഗമനമുള്ളത്. ഈ 3 പേരെയും ഇവിടെ കാണാനില്ല. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് നിലവിൽ അവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെയും അതേപോലെ തന്നെ പോലീസിന്റെയും നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് നിന്ന് വലിയൊരു രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ്. അതായത് ഈ കെട്ടിടത്തിന്റെ ഇടിഞ്ഞു വീണ വലിയ ഭിത്തികളടക്കം ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നീക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. ഈ മുൻഭാഗത്ത് വീണിരിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷം വേണം ഈ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നവരിലേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ വേണ്ടി. ഈ കെട്ടിടത്തിന്റെ മുൻഭാഗമാണ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഇതിനുള്ളിലാണ് മറ്റുള്ളവർ. അതായത് ഇടിഞ്ഞ ഭാഗത്തല്ല, ഇതിന്റെ ഉൾഭാഗം, അതായത് വലിയൊരു കെട്ടിടമാണ്, അതിന്റെ പിൻഭാഗത്ത് മറ്റേതോ മുറിയിലാണ് ഈ 3 പേരും അകപ്പെട്ടിട്ടുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം. അങ്ങനെയെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസവും അഗ്നിരക്ഷാസേന പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നു വരികയാണ്. മൺമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്തെ മണ്ണെല്ലാം നീക്കിക്കൊണ്ട് ഇവരെ എത്രയും വേഗം പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിത ശ്രമമാണ് കൊടകരയിൽ ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ, സാനു, ഇത് അടുത്തടുത്ത് കെട്ടിടങ്ങളുള്ള പ്രദേശമാണ്. ഈ പിൻഭാഗത്തുള്ള മുറികളിലാണ് അവരുള്ളത് എങ്കിൽ മറ്റു വഴികളിലൂടെ ഇവരെ രക്ഷിക്കാനുള്ള സാധ്യത കൂടി നോക്കണ്ടേ? ഈ മണ്ണിനടിയിലല്ല എന്നുണ്ടെങ്കിൽ മറ്റു വഴികളിലൂടെയോ മറ്റേ ഇപ്പോൾ ഉള്ള ഭിത്തി തകർത്തോ മറ്റോ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ മറുവശത്തായി നടക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പം നിലവിൽ ഈ കെട്ടിടം മണ്ണിടിഞ്ഞ് വീണ, അതായത് ഏതെങ്കിലും തരത്തിൽ അവർ ഈ മണ്ണിനകത്താണ് ഇടിഞ്ഞു വീണ ഭാഗത്താണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനാണ് മുൻഭാഗത്തു കൂടിയുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത്. പിൻഭാഗത്തുകൂടി കയറാനായിട്ടുള്ള സാധ്യതകളില്ല. അവിടെ വലിയൊരു മൺകൂനയാണ് ഉള്ളത് പിൻഭാഗത്ത്. അതായത് ഒരു മൺതിട്ടയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വഴി ഉള്ളിലേക്ക് കയറുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈ ഇടിഞ്ഞ വീണ ഭാഗത്തെ മണ്ണുകൾ നീക്കം ചെയ്തുകൊണ്ട് ഇവർ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് ഇവരെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നത്. എന്തായാലും ഈ നിലവിലുള്ള രക്ഷാപ്രവർത്തനം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതിനൊരു പ്രധാന കാരണം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടവർ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഇവരും പിന്നാലെ ഓടി എത്തിയിട്ടുണ്ടാകാം എന്നൊരു സംശയവും ഈ രക്ഷപ്പെട്ടവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുൻഭാഗത്തുള്ള മണ്ണുകൾ പൂർണ്ണമായി നീക്കം ചെയ്ത് ഇവിടെ ഈ മണ്ണിനടിയിൽ ഇവർ അകപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്ന ഒരു നിലയിലേക്ക് രക്ഷാപ്രവർത്തകർ നീങ്ങിയിട്ടുള്ളത്. എന്തായാലും അല്പം സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. ഇവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് ഈ അഗ്നിരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരടക്കം പ്രകടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നോക്കാം. അവിടെ നിന്ന് ഓരോ മിനിറ്റിലും അപ്ഡേറ്റ്സ് തന്നെ നൽകിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും. മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിച്ചും അല്ലാതെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഓടിക്കൂടിയ ആളുകളും അഗ്നിരക്ഷാസേനയും പോലീസും എല്ലാവരും ചേർന്ന് രക്ഷാദൗത്യം തുടരുകയാണ്. ഒരുപക്ഷെ ഈ മണ്ണിനടിയിലാണോ അത് ഉള്ളിൽ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മറ്റെവിടെയെങ്കിലും ആണോ എന്നറിയില്ല. 3 പേരെ കാണാനില്ല എന്നുള്ളതാണ്. അവർ ഈ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിനുള്ളിൽ എവിടെയോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 14 പേർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. 17 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. ഈ കെട്ടിടം തകരുമ്പോഴേക്കും 14 പേർക്ക് അവിടെ നിന്ന് മാറാൻ കഴിഞ്ഞു. ഒരു പഴക്കം ചെന്ന കെട്ടിടമാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന മുറയ്ക്ക് ഈ 3 പേരെയും വളരെ സുരക്ഷിതരായി തന്നെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുടക്കി അപകടത്തിൽപ്പെട്ട കപ്പലിലെ അവശിഷ്ടങ്ങൾ. കണ്ടെയ്നറിന്റെയും മറ്റും അവശിഷ്ടങ്ങളിൽ കുടുങ്ങി വലകൾ നശിക്കുന്നത് വ്യാപകമായതോടെ മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക്
അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ആലപ്പുഴ തീരത്തേക്ക് എത്തിയതോടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഭാഗത്തു നിന്ന് മാത്രം മത്സ്യബന്ധനത്തിന് പോയ 9 വള്ളങ്ങളിലെ വലകളാണ് ഇത്തരത്തിൽ നശിച്ചത്. ഇത് വല വീശുമ്പോഴത്തേക്കും ഇത്തരം അവശിഷ്ടങ്ങൾ കുടുങ്ങി വല കീറിപ്പോകുന്നതാണ് നാശനഷ്ടത്തിന് കാരണം. ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് കാരണം ദിവസങ്ങളോളം മത്സ്യബന്ധനത്തിന് പോകാൻ തൊഴിലാളികൾക്ക് കഴിയുന്നില്ല. വലിയ സാമ്പത്തിക നഷ്ടം ഈ വലകളുടെ വിലയായി നഷ്ടപ്പെടുന്നു. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ അത് മത്സ്യ ഉൽപ്പാദനത്തെയും തൊഴിലാളികളുടെ ജീവനോപാധിയെയും എല്ലാം തന്നെ വലിയ രീതിയിൽ ബാധിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ തന്നെ 9 വള്ളങ്ങൾക്കുണ്ടായ നാശനഷ്ടം അത് ഏതാണ്ട് 1 കോടിയോളം രൂപ വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവർ ഏതൊക്കെ രീതിയിൽ പ്രതിസന്ധിയിലായി എന്നത് മത്സ്യത്തൊഴിലാളികളോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ ഈ നിരന്തരം ഇത്തരം നാശനഷ്ടം ആവർത്തിക്കുമ്പോൾ അത് നിങ്ങളെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുകയാണ്? ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലോൺ എടുത്താണ് ഇത് ഉണ്ടാക്കിയത്. 37 ലക്ഷം രൂപ ബറോഡ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞാൻ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. നമ്മളിത് പോയിട്ട് ഇതുപോലെ വലയറ്റ് പോവുക എന്നുള്ള ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതാവുക. ഞങ്ങൾക്കിപ്പോൾ 10-40 തൊഴിലാളികളുണ്ട്. ഇത് 10-20 ദിവസം വേണം, ഇത് ഇനി 10-12 ദിവസം വേണം ഇത് പണിത് കയ്യിൽ കിട്ടാൻ. അത്രയും ദിവസം ഞങ്ങൾ ഈ ജീവിതമാർഗത്തിൽ പോകുന്നൊരു പദ്ധതി ഇല്ലാതിരിക്കുകയാണ്. ഞങ്ങളുടെ പോകുന്ന ഇന്ധന ചെലവ് മുടക്കി പോകുമ്പോൾ ആ ഒരു മത്സ്യബന്ധനം പോലും നടക്കാതെ മടങ്ങി വരേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ മൊത്തം അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഞങ്ങൾക്ക് സീസണാണ് ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത്. ആ ടൈമിനാണ് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമിനാണ് ഈ വലയാറ്റ് പോകുമ്പോൾ നമുക്ക് ജീവിതമാർഗവും ഇല്ല, വീട്ടുകാരും ബുദ്ധിമുട്ടാണ്. മൊത്തം പൊതുവേ ഈ പ്രദേശം ഈ ആറാട്ടുപുഴ വല്യഴിക്കൽ അഴീക്കലുമൊക്കെ ഈ ഇതായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒത്തിരി സർക്കാർ സംവിധാനങ്ങൾ എന്തെങ്കിലും ഇതിന് നഷ്ടപരിഹാരം അങ്ങനെ വല്ലതും വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല, ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാർ സ്ഥാപനങ്ങൾ നമ്മൾ അപേക്ഷ കൊടുക്കാനുള്ള എല്ലാ ശ്രമത്തിലുമാണ് ഇപ്പോൾ എടുക്കുന്നത്. നമുക്കിത് അവരൊന്ന് തിരക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി തിരക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ ഒക്കുന്നത്. അല്ലാതെ അവർ വന്ന് തിരക്കുന്നതായിട്ട് നമുക്കൊന്നും ഒരു ഇതുമില്ല. ഇതിപ്പോൾ നിരന്തരമായിട്ട് 9-10 വള്ളങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ സംഭവിച്ച് എല്ലാവരും ഇങ്ങനെ കരക്കയറ്റി വെച്ചേക്കുകയാണ്. പണിക്ക് പോകാനൊക്കാത്തൊരു കണ്ടീഷനാണ്. അതാണിപ്പോൾ ഉള്ളത്. അതുതന്നെയാണ് ഈ നിരന്തരം ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് മത്സ്യബന്ധനത്തിന് പോകാൻ തന്നെ മത്സ്യത്തൊഴിലാളികൾ മടിക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറായിട്ടുള്ളവർക്ക് അതിന് വലയും മറ്റും പിന്നെ തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് ആഴ്ചകൾ പിന്നിടുന്നു. അങ്ങനെ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്തതിനാൽ അവരുടെ വരുമാന മാർഗവും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ കീറിയ വലയെല്ലാം ശരിയാക്കി വീണ്ടും മത്സ്യബന്ധനത്തിലേക്ക് പോകുമ്പോൾ നിരവധി നിങ്ങളുടെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളല്ലേ നഷ്ടമാകുന്നത്. അതിനെന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ ഇല്ല, അതിനൊരു മറ്റൊരു പരിഹാരമാർഗം എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ കപ്പൽ കമ്പനികളിൽ നിന്നുള്ള നഷ്ടപരിഹാരം തന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് നടപടിയായിട്ട് എടുക്കണം. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഉപകരണങ്ങളും എല്ലാം പോയവർക്കുള്ള നഷ്ടപരിഹാരം സർക്കാർ ഏതെങ്കിലും ശ്രമത്തിൽ നമുക്ക് കിട്ടാനുള്ള മാർഗം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഇനി ഈ വലയൊക്കെ റിപ്പയർ വരുമ്പോൾ കുറേ ദിവസങ്ങളെടുക്കും. അപ്പോഴത്തേക്ക് പണി നമ്മുടെ ഒന്നും ക്ലിയർ ആകത്തില്ല. അപ്പോൾ അതിനൊരു സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു വള്ളത്തിൽ എത്ര പേര് പോകാറുണ്ട്? അപ്പോൾ എത്രത്തോളം ഈ ഒരു വള്ളത്തിൽ മത്സ്യബന്ധനം തടസ്സപ്പെടുമ്പം തന്നെ എത്ര തൊഴിലാളികളുടെ കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്? ഞങ്ങൾ പോകുന്ന വള്ളത്തിൽ 50 ഓളം, 50, 60, 40 അങ്ങനെ വള്ളത്തിൻ്റെ വലുപ്പം അനുസരിച്ചുള്ളതാണ്. അതിപ്പോൾ ഈ ഒരു വല മെയിൻ്റെനൻസ് ചെയ്യാൻ തന്നെ 10-12 ദിവസം ആകുമ്പോഴത്തേക്ക് അത്രയും ദിവസം വേറെ തൊഴിലൊന്നും അതിന് മാത്രമായിട്ടിരിക്കണം. അപ്പോൾ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. അതുതന്നെയാണ് വലിയ നാശനഷ്ടമാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്. ഇത് ഈ മത്സ്യമേഖലയെ മൊത്തം ബാധിക്കുന്നു. ഇതിന് അടിയന്തരമായ ഒരു പരിഹാരമാർഗം കാണുക, ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവനോപാധിക്ക് ഒരു പരിഹാരം, അവർക്ക് ഇപ്പോഴത്തെ ഈ പട്ടിണി വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു, ആ പട്ടിണി മാറ്റാനുള്ള അടിയന്തര സഹായം ലഭ്യമാക്കുക, പിന്നീട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കൂടി കണ്ടെത്തണമെന്നത് തന്നെയാണ് ഓരോ മത്സ്യത്തൊഴിലാളികളും വ്യക്തമാക്കുന്നതും. യെസ്, സുധീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പുത്തൻപുലരി നോക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കൊടകരയിൽ 2 നില കെട്ടിടം തകർന്നു വീണു, 3 പേർ കുടുങ്ങിക്കിടക്കുന്നു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ. ശശി തരൂർ അധ്യക്ഷനാകും. ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം പ്രധാന ചർച്ച. ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ വധിച്ച് സൈന്യം. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി റിപ്പോർട്ട്. PV അൻവറിനെതിരെ CPM. നിലമ്പൂരിലെ പരാജയത്തിന് കാരണം അൻവർ ഇടതു വഞ്ചകനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല.
ആര്യടൻ ഷൗക്കത്ത് UDF വിരുദ്ധ വോട്ടുകൾ അൻവറിന് പോയെന്നും വിലയിരുത്തൽ. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ അക്രമങ്ങളിൽ നിയമ നടപടിക്കൊരുങ്ങിയ സംഘാടക സമിതി. കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ പരാതി. KSU മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് ശ്രീ പത്മനാഭ സേവാ സമിതി. ജനം ബ്രേക്കിംഗ്. തുറന്നുപറച്ചിലുമായി മുൻമന്ത്രി G. സുധാകരൻ. പാർട്ടിയുടെ ഭാവിക്ക് തിരുത്തൽ അനിവാര്യം. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ പുറത്താക്കാൻ ആർജവും ഉണ്ടാകണമെന്ന് CPM-ന്റെ മുതിർന്ന നേതാക്കളോട് സുധാകരൻ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മഴ ശക്തമായതോടെ എലിപ്പനി രോഗബാധ തീവ്രമാകുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കേരളത്തിൽ. അപ്പോൾ 7 മണിയുടെ തുടക്കത്തിൽ നമ്മൾ മീൻ വില വല്ലാതെ ഉയരുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മളാകട്ടെ ഊണിന് മീൻ നിർബന്ധമുള്ള ആളുകളുമാണ്. പക്ഷേ ഏറ്റവും സാധാരണക്കാരൻ തുടങ്ങി ഏറ്റവും പണക്കാരൻ വരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മീനുകൾ മത്തിയും അയലയും പോലെയുള്ള ചെറിയ മീനുകൾ, ഇതിനൊക്കെ വലിയ തോതിൽ കുതിച്ചു വരികയാണ് വില. മത്സ്യലഭ്യത കുറയുകയാണ്, വില കുത്തനെ കൂടുകയാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മത്സ്യവ്യാപാര മേഖല പ്രതിസന്ധിയിലായതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് നമ്മൾ നൽകിയത്. നമുക്ക് ഡീറ്റെയിൽഡായി ഒന്ന് അവരുടെ അടുത്തേക്ക് പോയി വരാം. ട്രോളിംഗ് നിരോധനം കൂടി നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ്. 1 മാസം പിന്നിട്ട് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട പണം സംസ്ഥാന സർക്കാർ നൽകാറുണ്ട്. പക്ഷെ അത് ഇതുവരെയും നൽകിയിട്ടില്ല. അതിലും പ്രതിഷേധം ഉയരുകയാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അനഘ, വലിയ കഷ്ടത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഈ വാർത്ത കേൾക്കുന്ന പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒപ്പം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മത്സ്യലഭ്യത തന്നെ കുറഞ്ഞിരിക്കുകയാണ്. ഈ വില കൂടിയ മത്സ്യം വാങ്ങാൻ ആൾ വരാത്തൊരു സാഹചര്യമുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടാകുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ? വീണ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയാപ്പ ഹാർബറിലാണ്. ഈ ഹാർബറിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെയുള്ള ഈ ബോട്ട് ഇതൊക്കെ ഈ ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 300ഓളം ഈ വലിയ ബോട്ടും ചെറിയ ബോട്ടുമൊക്കെയായി 300ഓളം ഇത്തരത്തിൽ ബോട്ടുകൾ ഈ ഹാർബറിലുണ്ട്. ഇവരൊക്കെ തന്നെ ഈ ബോട്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈ മത്സ്യത്തൊഴിലാളികളും ഉണ്ട്. അവരൊക്കെ തന്നെ ഈ ട്രോളിംഗ് നിരോധനം ഈ ജൂൺ 9-നാണ് ട്രോളിംഗ് നിരോധനം തുടങ്ങിയത്. അതിനുശേഷം വലിയ പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം കടന്നു പോകുന്നത് എന്നതാണ്. അതായത് ഈ സർക്കാരിൽ നിന്ന് ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അതൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതായത് സർക്കാരിൽ നിന്ന് കഴിഞ്ഞ തവണയൊക്കെ തന്നെ സൗജന്യ റേഷൻ ലഭിച്ചിരുന്നു. അത് ഇത്തവണ ഇവർക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ട്രോളിംഗ് നിരോധന സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തുക സർക്കാരിൽ നിന്ന് നൽകാറുണ്ടായിരുന്നു. ആ തുകയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് ട്രോളിംഗ് നിരോധനം തുടങ്ങി ഒരു മാസം കഴിയാറായിട്ടും ഒരു ആനുകൂല്യവും സർക്കാരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും നമുക്ക് ഇവരോട് ചോദിക്കാം, എന്താണ് നിങ്ങൾ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ വറുതിയുടെ കാലം തന്നെയാണ്. അതായത് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 10-14 ദിവസമായിട്ട് ഈ കാണുന്ന കാലാവസ്ഥ തന്നെയാണ്. ഹാർബറിന് പുറത്ത് പോകാൻ പറ്റണില്ല. പിന്നെ സർക്കാർ നിലപാടിലൊന്നും ഒരു സഹായം കിട്ടണില്ല. ഇതെല്ലാം തന്നെ പ്രതിസന്ധി. അതായത് സർക്കാർ സൗജന്യമായിട്ട് അരി വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ വർഷവും സൗജന്യമായിട്ട് അരി വിതരണം ചെയ്യുന്നു. TV-യിൽ ഇങ്ങനെ കാട്ടും. ഞങ്ങൾക്കൊന്നും കിട്ടില്ല. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. എങ്ങനെയാണ് നിങ്ങളൊക്കെ കുടുംബങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ കടുക്ക ഈ എരുന്തൊക്കെ പറിച്ച് 100, 150, 200 ഉറുപ്പിക വിറ്റിട്ടാണ് കുടുംബം കഴിയണത്. അത് തന്നെയാണ് വീണ. അതായത് ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ്. അതായത് ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനം അത് കടലിൽ പോയി മത്സ്യം വിറ്റ് ലഭിക്കുന്ന വരുമാനമാണ്. അതാണ് ഈ ട്രോളിംഗ് നിരോധനത്തിൽ ഇപ്പോൾ നിലവിൽ ഇല്ലാതായിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കൈത്താങ്ങാവേണ്ട, അവരെ കൈപിടിച്ചുയർത്തേണ്ട സർക്കാരാണ്. പക്ഷെ സർക്കാർ ഇവരുടെ കാര്യത്തിൽ ഒരു രീതിയിലൂടെ ഇടപെടലും നടത്തുന്നില്ല എന്നതാണ് വസ്തുത. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവർക്ക് ലഭിക്കേണ്ട, അതായത് ഇവർക്ക് അർഹതപ്പെട്ട
ആവശ്യപ്പെട്ടതാണ് ഈ സൗജന്യ റേഷൻ. അതുപോലും നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ്. മറ്റൊന്ന്, ഇവർ നൽകുന്ന, അതായത് ഇത്തരത്തിൽ ട്രോളിംഗ് നിരോധന സമയത്ത് ഇവർക്ക് ആശ്വാസമായി സർക്കാർ ഒരു തുക നൽകേണ്ടതുണ്ട്. ഇതിനവരും അത്തരത്തിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ക്ഷേമനിധിയിലേക്ക് ഇവരും തുക നൽകാറുണ്ട്. ആ തുകയൊക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധന സമയത്താണ് ഇവർക്ക് ആ തുക നൽകേണ്ടത്. പക്ഷേ ഈ സമയമായിട്ട് പോലും സർക്കാർ ആ തുക നൽകിയിട്ടില്ല. അങ്ങനെ ഏറ്റവും അധികം വറുതിയുടെ കാലങ്ങളിലേക്കാണ് ഇവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും വീട്ടുകളിൽ കുടുംബമുണ്ട്. അവരൊക്കെ തന്നെ വലിയ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർ നിരന്തരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇവരുടെ കാര്യത്തിൽ വേണ്ട ഒരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. വീണ. ശരി അനഘ, സർക്കാരിൻ്റെ നടപടി കൂടി ഇല്ലാതാകുന്നതോടെയാണ്, അല്ലെങ്കിൽ സർക്കാർ കൂടി കൈവിടുന്നതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ, മത്സ്യവ്യാപാര മേഖല ഒക്കെയും ആകെ പ്രതിസന്ധിയിലായി പോകുന്നു. അതേസമയം ഈ വാർത്ത കേട്ട നമുക്കും അല്ലേ, പൊതുജനങ്ങൾക്കുമൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്ന, പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്നവരല്ല എല്ലാവരും. നമുക്കറിയാം, മീന് നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും മീൻ എന്ന് പറയുന്ന ഒരു ദിവസേന നമ്മുടെ തീന്മേശയിലെത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ ഈ ട്രോളിംഗ് നിരോധന കാലത്ത് നമ്മൾ എന്തായാലും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്ര കണ്ടങ്ങനെ ഉയരാറില്ല. നോക്കാം എന്തെങ്കിലുമൊക്കെ ഇടപെടൽ ഈ മത്സ്യബന്ധന മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലെങ്കിലും സർക്കാർ ഉണ്ടാകുമോ എന്ന്. കോവിഡിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടാവുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കേരളത്തിൽ തന്നെയാണ് എന്നാണ് വിവരം. ഇതുവരെ 3625 കേസുകളാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് 750 കേസാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മരണവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടിൻഡു ദാസ് തുടരുകയാണ്, ഇതിൻ്റെ വിവരങ്ങൾ കൂടി നൽകും. ടിൻഡു, കോവിഡ് കേസുകൾ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതേസമയം വലിയ തീവ്രത കൂടിയ വൈറസ് അല്ല ഇത്തവണത്തേത് എന്ന് കൂടിയുള്ളതാണ് ഒരാശ്വാസം. എന്ന് പറയുമ്പോഴും ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നതുമുണ്ട് കണക്കുകളിൽ. അപ്പോൾ എന്താണ് ഒരു വിലയിരുത്തൽ ആരോഗ്യരംഗത്ത്? വീണ, സംസ്ഥാനത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനത്താണെന്ന കണക്കുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതുവരെ 3625 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 70 കേസുകളാണ് പോസിറ്റീവ് കേസുകളായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രോഗതീവ്രത കുറഞ്ഞതും അതോടൊപ്പം തന്നെ വ്യാപനശേഷി കൂടുതലുമായിട്ടുള്ള വൈറസ്, മ്യൂട്ടേഷൻ സംഭവിച്ച കോവിഡ് വൈറസാണ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലുമാണ് ഏറ്റവും കൂടുതൽ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നതോടൊപ്പം തന്നെ ഈ മരണ റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് ഏറ്റവും കൂടുതലും ഇത് അനുബന്ധ രോഗങ്ങളും പ്രായമായവരിലുമാണ് കാണപ്പെടുന്നത് എന്നും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ഈ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ JN വകഭേദങ്ങളായ LF7, XFG ആണ് കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുപെടുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ സംയോജകമായിട്ടുള്ള മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസുകളും പടർന്നു പിടിക്കുന്നുണ്ടോ എന്നൊരു കാര്യം ആരോഗ്യ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. ഈ വകഭേദങ്ങൾക്ക് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ജിനോമിക് ടെസ്റ്റുകൾ മറ്റും നടന്നു വരികയാണ്. കാരണം ഈ രണ്ട് വൈറസുകളും സംയുക്തമായി ചേർന്നുകൊണ്ട് മറ്റ് മ്യൂട്ടേഷൻ വൈറസുകൾ സംഭവിക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള പുതിയ വൈറസുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വൈറസുകൾ എങ്ങനെയാണ് വ്യാപനശേഷി, എങ്ങനെയാണ് അത് ശരീരത്തെ ബാധിക്കുന്നത്, എങ്ങനെയാണ് അതിനെ തടയുക തുടങ്ങിയ കാര്യങ്ങളാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ RRT യോഗങ്ങൾ ചേർന്നുകൊണ്ട് അനലൈസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാ ആശുപത്രികളിലും RT-PCR സംവിധാനങ്ങൾ, ടെസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓക്സിജൻ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, എല്ലാ ആശുപത്രിയിലും കിടക്ക സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് കോവിഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഐസൊലേഷൻ സംവിധാനങ്ങളെല്ലാം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പായിട്ട് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രികളിൽ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിലും ആരോഗ്യ മേഖലകളിലും പ്രവർത്തിക്കുന്ന ജീവനക്കാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ തീർച്ചയായിട്ടും മാസ്ക് നിർബന്ധമായി ധരിച്ചിരിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. എന്തായാലും കോവിഡിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഔട്ട്ബ്രേക്ക് അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒരു മ്യൂട്ടേഷൻ ഔട്ട്ബ്രേക്ക് ആയിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഈ ജനിതക മാറ്റം സംഭവിച്ചുകൊണ്ടുള്ള വൈറസുകളാണ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത്. ഇന്നലെ മാത്രം 750 കേസുകളാണ് പോസിറ്റീവ് കേസുകളായിട്ട് സ്ഥിരീകരിച്ചത്. 3625 കേസുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലാണ്. വീണ.
ടിനു, മറ്റൊരു കാര്യം, ഈ മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് എലിപ്പനി തീവ്രമാകുന്നു എന്ന് റിപ്പോർട്ട് കൂടി ഉണ്ടല്ലോ. ഈ രോഗനിർണയം വേഗത്തിൽ നടത്താൻ ലാബുകളിൽ RT-PCR സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ഡോക്സിക്ലൈൻ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭ്യമാക്കണമെന്നും ഉള്ള നിർദ്ദേശമൊക്കെയാണല്ലോ നൽകിയിരിക്കുന്നത്. അത്ര കണ്ട് വിലയിരുത്തലുകൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ എലിപ്പനിയുമായി ബന്ധപ്പെട്ട്? ഈ മരുന്നൊക്കെ അത്ര പെട്ടെന്ന് കിട്ടുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? വീണ, ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായതോടുകൂടി ജലജന്യ രോഗങ്ങളും എലിപ്പനിയും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം, അതിരൂക്ഷമായിട്ടൊരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ടാണ് ആരോഗ്യവകുപ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എലിപ്പനി രോഗനിർണയം വേഗത്തിൽ നടപ്പിലാക്കാൻ ലാബുകളിൽ RT-PCR സംവിധാനങ്ങൾ ശക്തമായിട്ട് ഒരുക്കണമെന്നൊരു നിർദ്ദേശം ആരോഗ്യ വിഭാഗം എല്ലാ ആശുപത്രികൾക്കും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ RT-PCR ടെസ്റ്റുകൾ നടത്താനുള്ള 6 ആശുപത്രി സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ആശുപത്രി സൗകര്യങ്ങൾ ഏത് സമയത്തും ഇത്തരത്തിൽ ടെസ്റ്റുകൾ നടത്തി എലിപ്പനി രോഗനിർണയം നടത്താനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരുക്കണമെന്ന് ആരോഗ്യമേഖല അറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്സിസൈക്ലിൻ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായിട്ട് വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഏത് ആശുപത്രിയിലും ഏത് സമയത്തും ഡോക്സിസൈക്ലിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലിനജലത്തിലൂടെയും അതോടൊപ്പം തന്നെ ഈ മലിനജലത്തിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് എലിപ്പനി പടർന്നു പിടിക്കുന്നത്. മണ്ണിലും മലിനജലത്തിലും ജോലി ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഇത്തരത്തിൽ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീവ്രത കൂടുതലാണെങ്കിലും ഈ ഏറ്റവും കൂടുതൽ രോഗം കഴിഞ്ഞ 2 മാസമായിട്ട് കൂടുതൽ നിലവിൽ സ്ഥിരീകരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇത്തരത്തിൽ എലിപ്പനി രോഗം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടെന്നൊരു റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവർ അടിയന്തരമായിട്ട് തന്നെ ചികിത്സ തേടേണ്ടതാണ്. പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനി, കഠിനമായ തലവേദന, പേശീവേദന, പനിയോടൊപ്പം ചിലപ്പോൾ ഉണ്ടാകുന്ന വിറയൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കൈകാലുകളിൽ മുറിവുണ്ടായ മലിനജലത്തിൽ ഇറങ്ങരുത്. മലിനജലത്തിൽ ഇറങ്ങുന്നവർ ഉറപ്പായിട്ടും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കൈകാലുകൾ കഴുകുക. അതോടൊപ്പം തന്നെ നഖത്തിൻ്റെ ഭാഗങ്ങളിൽ മുറിവുണ്ടാകുന്നവർ ഈ മലിനജലത്തിൽ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. കാരണം അതിരൂക്ഷമാണ് സംസ്ഥാനത്ത് വ്യാപിക്കുന്ന എലിപ്പനി. അത് ഈ ഇത്തരത്തിൽ മലിനജലത്തിൽ ഇറങ്ങേണ്ടി വരുന്ന ഈ ഡോക്സിസൈക്ലിൻ ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും ഗുളിക സംവിധാനങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 6 ആശുപത്രികളിലായിട്ട് RT-PCR സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമായിട്ട് നിർദ്ദേശം നൽകുന്നുണ്ട്. വീണ. ഓക്കെ, ശരി ടിൻഡു. ഏതായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ കൂടി കൃത്യമായി പാലിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതേസമയം സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യ രംഗത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അവിടെ തന്നെ മരുന്ന് ആവശ്യമായിട്ടുള്ള ഘട്ടമാണുള്ളത്. യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ അക്രമ സംഭവങ്ങളിൽ നിയമ നടപടിക്കൊരുങ്ങി ശ്രീ പത്മനാഭ സേവാ സമിതി. പരിപാടിയിൽ KSU പ്രവർത്തകർ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് സംഘാടക സമിതി ചൂണ്ടിക്കാട്ടുന്നത്. പരിപാടി സ്ഥലത്ത് അതിക്രമിച്ചു കയറി അസഭ്യം പറയുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുമാണ് പരാതി. കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് സംഘാടക സമിതി പരാതി നൽകി. ബ്രേക്കിംഗ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, വിവരങ്ങൾ എന്താണ്? വീട് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു പരിപാടി തിരുവനന്തപുരത്തെ സർവകലാശാലയിൽ സംഘടിപ്പിച്ചിരുന്നു. ആ സർവകലാശാലയിൽ സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽക്കിടെയാണ് KSU പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. അതിലേക്ക് കടന്നുകൂടുകയും വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആക്ഷേപം പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ സംഘാടക സമിതി കൂടിയായ ശ്രീ പത്മനാഭ സേവാ സമിതി പരാതി നൽകിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകുന്നത്. പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അതിക്രമിച്ചു കയറുകയും ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ അടക്കമുള്ള കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രവർത്തകർ ഗവർണർ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ 5 മിനിറ്റ് മുമ്പ് പരിപാടി സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറുകയും ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരെ അസഭ്യങ്ങൾ പറയുകയും സ്ത്രീകളടക്കമുണ്ടായിരുന്ന സ്ഥലത്ത് സ്ത്രീകളെ അടക്കം മർദ്ദിക്കുന്ന നിലയിലേക്ക് മർദ്ദിക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ബോധപൂർവമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചതും സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല അവിടെ ഹാളിൽ സ്ഥാപിച്ചിരുന്ന സെനറ്റ് ഹാളിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന ചിത്രങ്ങളടക്കം അടിച്ചു തകർക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ പേരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ടൊരു പരിപാടി, പുസ്തക പ്രകാശനം അടക്കമുള്ള ചടങ്ങും അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥയിൽ അതിൻ്റെ വേദനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ ആദരിക്കുന്ന ചടങ്ങുകൾ കൂടിയാണ് സംഘടിപ്പിച്ചത്. അതിലേക്കാണ് KSU പ്രവർത്തകർ
തള്ളിക്കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പത്മനാഭ സേവാ സമിതി പരാതി നൽകിയത്. വ്യാപക പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. നേരത്തെ ഈ യൂണിവേഴ്സിറ്റി പരിസരത്തെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്ക് SFI പ്രവർത്തകർക്കെതിരെ കണ്ടോൺമെൻറ് പോലീസ് കേസെടുത്തിരുന്നു. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ പത്മനാഭ സേവാ സമിതി സംഘാടകരായ പത്മനാഭ സേവാ സമിതിയും പരാതി നൽകിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്. CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, MR അജിത് കുമാർ അമിത സംരക്ഷണം നൽകുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിമർശനമായി ഉയർന്നിരുന്നു. RSS ബന്ധവുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ നടത്തിയ പരാമർശം തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിമർശിച്ചിരുന്നു. ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, വിവരങ്ങൾ എന്താണ്? സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ MR അജിത് കുമാറിന് അമിത സംരക്ഷണം നൽകുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം വ്യക്തമായിട്ട് തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തലേ ദിവസം തന്നെ RSS CPM സംഘടിതമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പരാമർശം. ആ പരാമർശം ഒരു പക്ഷേ ഈ നിലമ്പൂരിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കുകയും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിനും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു. സർക്കാർ പല ഘട്ടങ്ങളിലും ഈ അജിത് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നിലപാടാണ് എടുത്തത്. ആ നിലപാട് ഒരുപക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവറിന് ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നൊരു വിലയിരുത്തലും ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ചേർന്ന ശില്പശാലകളിലും വലിയ രീതിയിലുള്ള വിമർശനം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിന് ഏൽക്കേണ്ടി വന്ന വലിയ തോൽവി, ആ വലിയ തോൽവിയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദനാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പാർട്ടി സെക്രട്ടറി അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പലഘട്ടം ഒരു താക്കീത് നൽകുന്ന രീതിക്കാണ് പാർട്ടി സെക്രട്ടറിയോട് ഇങ്ങനെ പറയുന്നത്. മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം പാർട്ടി സെക്രട്ടറിക്ക് നല്ലതല്ല. വളരെ പക്വതയോട് കൂടിയിട്ട് പൊതുവിടത്തിൽ സംസാരിക്കാൻ പഠിക്കണമെന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ പരോക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് താക്കീതും നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ശില്പശാലയിൽ P രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇത്തരത്തിൽ ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് വലിയൊരു തോൽവി നിലമ്പൂർ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നുള്ള കാര്യം പരോക്ഷമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് പിന്നീട് അത് ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് പ്രത്യക്ഷമായിട്ട് ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ പേരെടുത്ത് പറയുന്ന ഒരു ഘട്ടവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾക്കും ഇടയിലാണ് പാർട്ടി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിലമ്പൂരിലെ തോൽവി, അൻവറുമായിട്ടുള്ള വിഷയങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ വ്യക്തമായിട്ട് ഇന്ന് അവസാനിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ വ്യക്തമായിട്ട് പാർട്ടി സെക്രട്ടറി മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീണ. ഓക്കെ, ശരി ടിൻഡു. ജമ്മുകശ്മീരിലെ ഉധംപൂരിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 2ാം ദിവസവും തുടരുന്നു. 4 ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പുലർച്ചെയോടെയായിരുന്നു മേഖലയിൽ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. ഒരു ഭീകരനെ വധിച്ചിട്ടുണ്ടെന്നും പ്രതികൂല കാലാവസ്ഥ പരിശോധനയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, എന്താണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്? ഇവിടെ ജമ്മുകശ്മീരിൽ ഉധംപൂരിൽ ബസന്ത്ഘട്ടിലാണ് ഭീകരർക്ക് വേണ്ടിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നത്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ മേഖലയിൽ ഒരു പ്രത്യേക ഓപ്പറേഷൻ സൈന്യവും CRPFും ഒപ്പം ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി ആരംഭിച്ചത്. 4 ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലൊരു പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. ആ ഓപ്പറേഷനിൽ ഒരു ഭീകരരെ വധിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ജമ്മു സോൺ IG അറിയിച്ചിട്ടുള്ളത് ഭീകരരുമായി നേരിട്ട് കോൺടാക്റ്റിൽ, അതായത് നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുകയാണ്, ഒരു ഭീകരരെ വധിച്ചു എന്നുള്ളത് ഇന്നലെ വൈകിട്ട് തന്നെ ജമ്മു സോൺ IG അറിയിച്ചിരുന്നു. ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്നലെ രാവിലെ ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. 3 ഭീകരർ കൂടി മേഖലയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളത്. വൻ ആയുധശേഖരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനാണ് മേഖലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒപ്പം ഓപ്പറേഷൻ സിന്ധു നടപ്പാക്കിയതിനു ശേഷം
അതിർത്തി മേഖലയിലും ഒപ്പം ജമ്മു കാശ്മീരിൽ ഭീകര സാന്നിധ്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലയിൽ ഭീകരർക്ക് സഹായം നൽകിയതിന് നേരത്തെ നിയമ നടപടി നേരിട്ടിട്ടുള്ള ആളുകൾ ഇവ കേന്ദ്രീകരിച്ചെല്ലാം വളരെ വിപുലമായിട്ടുള്ള അന്വേഷണവും ഭീകര വിരുദ്ധ നടപടികളും ജമ്മു കാശ്മീരിൽ വിവിധ കേന്ദ്ര ഏജൻസികൾ ഇൻ്റലിജൻസ് വിഭാഗവും ഒപ്പം സൈന്യവും CRPFും എല്ലാം നടത്തി വരികയാണ്. അത്തരത്തിൽ ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പുലർച്ചയോടുകൂടി ഉദ്ധംപൂരിലെ ബസന്ത്ഗഡ് മേഖലയിൽ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. ഇപ്പോഴും മേഖലയിൽ പരിശോധന തുടരുകയാണ്. ഒരു ഭീകരനെ വധിച്ചിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളത്. ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്യുകയും ആയുധ ശേഖരവുമായിട്ടാണ് ഈ ഭീകരർ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത്തരത്തിൽ നിരവധി പ്രത്യേക ഓപ്പറേഷനുകൾ കുൽഗാമിലും ഷോപ്പിയാനിലും ഉൾപ്പെടെ ഇത്തരത്തിൽ ഓപ്പറേഷനുകൾ നടത്തുകയും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ വധിക്കുകയും അറസ്റ്റ് ചെയ്യുകയും അത്തരത്തിൽ ഭീകര വിരുദ്ധ നടപടികൾ ജമ്മു കാശ്മീരിൽ സൈന്യം ശക്തമാക്കിയിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായൊരു ഗ്രാമമാണ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വേളൂർ. വനത്തിനുള്ളിലൂടെയുള്ള 4 കിലോമീറ്റർ ഓഫ് റോഡിലൂടെ കാനന ഭംഗി ആസ്വദിച്ചുള്ള യാത്ര കഴിഞ്ഞാൽ വേളൂരിലെത്താം. എന്നാൽ ഈ ഗ്രാമം ഇന്ന് മാലിന്യം കാർന്നു തിന്നുകയാണ്. ദുരിത ജീവിതം നയിച്ച കുറേ മനുഷ്യരും ഈ ഗ്രാമത്തിലുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് വേളൂർ പുഴ. ഈ പുഴയ്ക്കക്കരെയാണ് വേളൂർ ഗ്രാമം. ആ ഗ്രാമത്തിൽ മാലിന്യങ്ങൾക്കിടയിൽ മലിനജലം കുടിച്ചു കഴിയുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. ഏതാനും വർഷങ്ങളായി വേളൂർ ഗ്രാമത്തിന്റെ അവസ്ഥ ഇതാണ്. ശുദ്ധജലമൊഴുകിയിരുന്ന ചെറുതോടുകളിൽ മലിനജലം നിറഞ്ഞിരിക്കുന്നു. 4 ഫാമുകളാണ് വേളൂർ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. ഫാമിന്റെ മറവിൽ കൊച്ചിയിലെ വൻകിട ഹോട്ടലുകളിൽ നിന്നുൾപ്പെടെ മാലിന്യം എത്തിച്ച് ഈ കുഴികളിൽ നിറയ്ക്കുന്നു. ശക്തമായ മഴയിൽ കുഴികൾ നിറഞ്ഞ് ഈ മാലിന്യമത്രയും തോടുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. സമീപത്തെ പന്നി ഫാമിൽ നിന്ന് മലിനജലം നേരിട്ടാണ് തോടുകളിലേക്ക് ഒഴുക്കുന്നത്. മാലിന്യം നിറഞ്ഞ ഈ തോടുകൾ ചെന്നു ചേരുന്നത് വേളൂർ നദിയിലേക്കും. പ്രദേശമാകെ അസഹനീയമായ ദുർഗന്ധവും. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പന്നി ഫാം കുറേ നാളായിട്ട് ഇവിടെ തുടങ്ങിയതിന് ശേഷം ഈ തോട്ടിൽ ഞങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പോഴും കൂടെ ഇവിടെ മണമുണ്ട് ഈ തോട്ടിലെ വെള്ളത്തിന്. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ ഇതൊന്നും പറ്റാതെ. തോട്ടിൻ്റെ കര എൻ്റെ വീട്. അപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ തോട്ടിൽ നിന്ന് വെള്ളത്തിൻ്റെ മണമാണ് പൊങ്ങി വരുന്നത്. ഈ വീടുകളിലൊക്കെ ആളുകൾ താമസിച്ചിരുന്നതാണ്. ഫാമുകളുടെ പ്രവർത്തനം ആരംഭിച്ചതോടെ ഈ മേഖലയിലെ ജീവിതം ദുസ്സഹമായി. ഇതോടെയാണ് സ്വന്തം നാട് വിട്ട് ഇവിടെയുള്ളവർ പുറത്തേക്ക് പോയി തുടങ്ങിയത്. അൻപതോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഇപ്പോഴുള്ളത് 10 കുടുംബങ്ങൾ മാത്രമാണ്. തോടുകളോട് ചേർന്നുള്ള കിണറുകളിലേക്ക് മലിനജലം എത്തിത്തുടങ്ങിയതോടെയാണ് ജനജീവിതം ദുസ്സഹമായത്. ഇവിടുത്തെ താമസക്കാരായിരുന്ന പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയതോടെ വീടും സ്ഥലവും ഉപേക്ഷിച്ച് പലരും ഗ്രാമം വിട്ടു. എങ്ങനെയായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാനിവിടുന്ന് താമസം മാറിയത്. എന്നാന്ന് വെച്ചാൽ 3 പ്രാവശ്യം എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായി ഇവിടെ കിടന്നിട്ട്. അപ്പോൾ ഈ മലിനജലം കുടിക്കണോണ്ടാണെന്ന് പറഞ്ഞു. ഈ കാരണം എൻ്റെ ഒരു 1 മീറ്റർ 2 മീറ്റർ അകലമില്ല, അത്ര അകലത്തിലാണ് എൻ്റെ കിണർ ഈ തോടുമായിട്ട് കിടക്കുന്നത്. ഈ തോട്ടിലെ വെള്ളം മുഴുവൻ കിണറ്റിലേക്ക് ഒലിക്കും. ആ കിണറ്റിലെ വെള്ളമാണ് പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിക്കുന്നത് കൊണ്ട് കാരണമാണ് ഈ മലിനജലമായിട്ട് പറയുകയും അത് പിന്നെ പരിശോധിച്ച് നോക്കിയപ്പം മഞ്ഞപ്പിത്തമാണ് കാരണം അതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടെ പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാൻ വാടകയ്ക്ക് താമസം പറഞ്ഞു വന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരനും അതുപോലെയാണ്. അവൻ്റെ മോൾ ഇവിടെ പ്രസവിച്ച് കിടന്നപ്പോൾ മണം കാരണം ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഞങ്ങളിവിടെ നിൽക്കുന്ന വീട്ടിലെയും ആൾക്കാർ കുടുംബക്കാർ താമസം മാറിയത്. അങ്ങനെ പല വീടുകൾക്കും ഇപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് ചെറിയൊരു 50-100 മീറ്റർ കഷ്ടേ ഉള്ളൂ റിസോർട്ടുണ്ട്. അവരിപ്പം ആൾക്കാർ വന്നാൽ മണം ആയതുകൊണ്ട് അവരിപ്പം നിർത്തിയിട്ടേക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാർ വരുമ്പോൾ മണമെന്നും പറഞ്ഞ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് അങ്ങനെ അവർ നിർത്തിയിട്ടാണ്. ഇപ്പോൾ എടുത്ത് ശാന്തി ഹോസ്പിറ്റലിലേക്ക് മഴക്കെടുതികളുടെ പശ്ചാത്തലം ശാന്തി ഹോസ്പിറ്റലിലേക്ക്
കൊണ്ടുപോയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ആളെ കൂടി നേരിട്ട് കാണാൻ പറ്റുന്ന വിധത്തിലായിട്ടുണ്ട്. എന്നാൽ സ്ലാബ് ഒന്നുകൂടി പൊക്കിയാൽ മാത്രമേ ആ രണ്ടാമത്തെ ആളെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിവരം ലഭ്യമായിട്ടില്ല. എന്താണ് സ്ഥിതി എന്നുള്ള വിവരം. 3 പേരും അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ജില്ലാ കളക്ടർ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതായത് മിനിറ്റുകൾക്കകം ജില്ലാ കളക്ടറും അവിടെ എത്തിച്ചേർന്ന് പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ 29-ാം തീയതി വരെ നല്ല മഴ കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവിലുള്ളത്. 28-ാം തീയതി വൈകുന്നേരമോ 29 രാവിലെ വരെയോ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നല്ല തീവ്രമായിട്ടുള്ള മഴയാണ് പൊതുവിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. 29 മുതൽ 2-ാം തീയതി വൈകുന്നേരം വരെ മഴയ്ക്കൊരു ശമനമുണ്ടാകുമെന്നും നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു തോർച്ചയുണ്ടാകുമെന്നും 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സാധാരണ വിധത്തിൽ മോഡറേറ്റ് റെയിൻ കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മോഡറേറ്റ് റെയിനും 10-ാം തീയതി കഴിഞ്ഞാൽ കുറച്ച് തീവ്രമായിട്ടുള്ള മഴയും. ഈ വിധത്തിലാണ് കാലാവസ്ഥാ പ്രവചന വകുപ്പ് ഇന്നലെ കളക്ടർമാരും ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ നടത്തിയ യോഗത്തിൽ അവർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, അതുകൊണ്ട് നല്ല ശ്രദ്ധയുണ്ടാകേണ്ട 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, 29-ാം തീയതി വരെയുള്ള ഈ മഴയ്ക്കിടയിൽ പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റായി മാറുന്ന ഒരു പ്രതിഭാസം തന്നെ, ഒരു സ്ഥിതി തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് കാലാവസ്ഥ പ്രവചന വകുപ്പ് പറയുന്നു. അതൊരു പ്രശ്നമാണ്. 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ഇത്തരത്തിലുള്ള കാറ്റുണ്ടാകും എന്നാണ് ഒരു സൂചന. രണ്ടാമത്തേത്, കഠിനമായിട്ടുള്ള മഴ ഒരേ പ്രദേശങ്ങളിലാണ് പെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് പൂർണ്ണമായ തോർച്ചയാണ്. ചിലപ്പോൾ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ മഴ പെയ്താൽ ആ മഴ തീവ്രമായിട്ടാണ് പതിക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിലെ തന്നെ 5 സ്ഥലങ്ങളിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 203 mm മുതൽ 311 mm വരെ ഒരു പ്രദേശത്ത് 24 മണിക്കൂറിനിടയിൽ മഴ പെയ്യുന്നു. അങ്ങനെ വരുന്ന മഴയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു പക്ഷേ 1 മാസം വരാവുന്ന വെള്ളവും അതനുസരിച്ചുള്ള അളവുമാണ്. ഇത് ഒരേ സമയം പെയ്താൽ മണ്ണ് കുതിരും, പഴയ കെട്ടിടങ്ങൾക്ക് ആ വിധത്തിലുള്ള പിന്നെ അതിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകും. ഈ 2 കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. ഒന്ന് കാറ്റ്, 2 പിന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാൽ അഥവാ പിന്നെ മഴ തുടർച്ചയായിട്ട് ഒരേ പ്രദേശങ്ങളിൽ തന്നെ പെയ്യുന്നു എന്ന പ്രശ്നം. ഈ 2 പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സുരക്ഷയ്ക്കായിരിക്കും ഇനി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പോകുന്നത്. മലയോര മേഖലയിലെ രാത്രി യാത്ര നിർബന്ധമായിട്ടും ജില്ലാ കളക്ടർമാരോട് അപകടമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാലവർഷം വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് കെട്ടിടങ്ങളുടെ പഴക്കം ഉൾപ്പെടെ, പ്രത്യേകിച്ച് കൊടകരയുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിൻ്റെ പഴക്കം ഉൾപ്പെടെ നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. എന്നാലും പ്രത്യേകം കാണണം. ഇന്ന് ജില്ലാ കളക്ടർമാരോട് ഒരു നിർദ്ദേശം പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് തൊഴിൽ വകുപ്പുമായി കൂടി ബന്ധപ്പെട്ട് അതിഥി തൊഴിലാളികളായി നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ആളുകൾ, അവരുടെ രജിസ്റ്റർ എല്ലാം നിലവിൽ, അതിഥി തൊഴിലാളികളായ ആളുകളുടെ രജിസ്റ്റർ എല്ലാം നിലവിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അവരെ എവിടെയാണ് താമസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് അടിയന്തരമായൊരു പരിശോധന, അതിഥി തൊഴിലാളികളായി വന്ന ആളുകളെ ഒരു സുരക്ഷയുമില്ലാത്ത പ്രദേശങ്ങളിൽ താമസിപ്പിക്കാവുന്ന വിധത്തിൽ കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളൊരു കാര്യം, ആശുപത്രി അപ്പോൾ ഈ കണക്കൊക്കെ ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും മന്ത്രി പറയുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഈ കൊടകരയിലെ വിഷയം ആശങ്കയെ നിൽക്കുമ്പോൾ തന്നെ എവിടെയെല്ലാം ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഒരു സംശയം ഉണ്ടാവുകയാണ്. മഴ കനത്ത് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ഈ മലയാള ന്യൂസ് ചാനലുകളൊന്നും ഒരു പക്ഷേ അതിഥി തൊഴിലാളികൾ കാണുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം വിവരങ്ങൾ, ഈ അലർട്ടുകൾ നിലനിൽക്കുന്നതൊക്കെ ഈ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഇവരെ അറിയിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. അത്തരം ഇൻഫർമേഷൻസ് എല്ലാം സർക്കാർ ഏതെങ്കിലും വഴിയിലൂടെ ഈ തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളതും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തായാലും കൊടകരയിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകാം. അവിടെ ഈ തകർന്നു വീണ കെട്ടിടത്തിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്തയുണ്ടല്ലോ. റൂബലിനെയാണ് കണ്ടെത്തിയത്. അബോധാവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്ന് അറിയുന്നു. മറ്റു 2 പേരെയും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അവരെ പുറത്തെത്തിക്കാനായിട്ടില്ല. 17 പേരാണ് ആകെ കെട്ടിടത്തിലുണ്ടായിരുന്നത്. സാനു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാനു, ഒരാളെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അബോധാവസ്ഥയിൽ ആണെങ്കിലും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റ് 2 പേർ കൂടി ഉണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ എന്താണ്?
രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. നിലവിൽ ഒരാളെ ഇവിടെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട 3 പേരും ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന 17 പേരും പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. അതിൽ ഒരാളെയാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. റൂബേലിനെയാണ് ഇതിനോടകം രക്ഷാപ്രവർത്തകർക്ക് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ അലി, ഒപ്പം ഉണ്ടായിരുന്ന രാഹുലിനെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇവരും ഈ ഇടിഞ്ഞു വീണ ഭാഗത്ത് തന്നെ, അതായത് റൂബലിനെ കണ്ടെത്തിയതിന് തൊട്ടു സമീപത്ത് തന്നെ ഇവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെ രക്ഷിച്ചെടുക്കാൻ, ഇവരെ പുറത്തേക്ക് എടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിനകത്ത് നാട്ടുകാർ പറയുന്ന ഒരു പ്രധാന കാരണം, ഈ കെട്ടിടം വലിയ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന തരത്തിലാണ് ഈ കെട്ടിടം ഇവിടെ നിലനിർത്തിയിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ബലക്ഷയമുള്ള കെട്ടിടത്തിലാണ് ഈ 17 പേരും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള 17 പേരും താമസിച്ചിരുന്നതെന്ന് ഈ നാട്ടുകാർ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ തൃശ്ശൂരിൽ നിരവധിയുണ്ട്. കോർപ്പറേഷന്റെ കീഴിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം കെട്ടിടങ്ങളുണ്ട്. ഇവ എല്ലാ അപകടാവസ്ഥയിലാണ് എന്നൊരു കാര്യം കൂടെ നമ്മൾ ഇതിനോട് കൊടകര സംഭവമായിട്ട് കൂട്ടി യോജിപ്പിച്ച് പറയേണ്ടി വരും. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുകയാണ്. ഒരാളെ, അതായത് പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള റൂബേലിനെ പുറത്തെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം അബോധാവസ്ഥയിലാണ്. ഒപ്പമുള്ള 2 പേർക്കും അനക്കമില്ല. അതായത് അവരും ഒരുപക്ഷെ അബോധാവസ്ഥയിലായി കാണും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ശരി സാനു. ഏതായാലും അവരെയും വളരെ പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. അതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ വളരെ പെട്ടെന്ന് നടക്കുന്നുമുണ്ട് എന്ന് വ്യക്തമാകുന്നു. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളോട് കൈകോർക്കാൻ നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആവശ്യമെങ്കിൽ സഹകരണം ഇനിയും തുടരുമെന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. നിലപാടിൽ മാറ്റമില്ല എന്ന തലക്കെട്ടോടെ സംസ്ഥാന മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, എന്തൊക്കെ നിലപാടുകൾ തുടരും എന്നാണ് വ്യക്തമാകുന്നത്? വീണ, മുസ്ലിം മതപണ്ഡിതരുടെ സംഘടനയാണ് സമസ്ത. ഈ സമസ്ത മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാട്, അതായത് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, ഈ 2 സംഘടനകളുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല, ഈ സംഘടനകളെ അകറ്റി നിർത്തേണ്ടതാണ് എന്ന് തന്നെയായിരുന്നു സമസ്തയുടെ നിലപാട്. എന്നാൽ ആ നിലപാടിൽ മാറ്റമുണ്ട്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുമായി എന്ന തീവ്ര സംഘടനയുമായി പലപ്പോഴും തങ്ങൾ കൈകോർത്തിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതായത് ഈ സമസ്ത എല്ലാ കാലത്തും മുജാഹിദ് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർത്തിട്ടുണ്ട്, അവരുമായി എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ അഭിമുഖത്തിൽ സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഏക സിവിൽ കോഡ്, വഖഫ് പൗരത്വ നിയമ ഭേദഗതി പോരാട്ടം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണ് തങ്ങൾ നിന്നത് എന്ന് പരസ്യമായി തന്നെ ഈ സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് സമസ്ത എടുത്തൊരു നിലപാടുണ്ടായിരുന്നു, സമസ്ത പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പറഞ്ഞൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുകൾക്കൊക്കെ തന്നെ വിരുദ്ധമായ നിലപാടാണ് സമസ്ത പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് മറച്ചു വെച്ചുകൊണ്ടായിരുന്നു സമസ്ത ഇത്രയും കാലം തങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് സംഘടനകളെ തങ്ങൾ അകറ്റി നിർത്തും എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെറുതെ പറയുകയായിരുന്നു എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെയാണ് ഇന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സമസ്ത മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് ഈ 2 സംഘടനകളുമായി തങ്ങൾ കൈകോർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി അങ്ങോട്ടും അത്തരത്തിലൊരു സഹകരണം ഈ 2 സംഘടനകളുമായി ഉണ്ടാകും എന്ന് തന്നെയാണ് സമസ്ത തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി, അതായത് 2047 ഒരു ഭാരതത്തെ മുസ്ലിം രാജ്യമാക്കുമെന്ന് പറയുന്ന മത തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ചങ്ങാത്തം കൂടാൻ തങ്ങളുണ്ട് എന്ന് സമസ്ത, അതായത് മുസ്ലിം മതപണ്ഡിതരുടെ സംഘടനയായ സമസ്ത ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തുറന്ന് സമ്മതിക്കുകയാണ് എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ, അതായത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷവും CPM അതുപോലെ തന്നെ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയുമായി എല്ലാ കാലത്തും ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സമസ്തയും, അതായത് സമസ്തയ്ക്കും ഈ മുജാഹിദ്, ജമാഅത്തെ
ഇസ്ലാമി സംഘടനകളുമായി കൃത്യമായ ഒരു ബന്ധം, അടുപ്പം ഉണ്ടായിരുന്നു. അത് തുറന്ന് സമ്മതിക്കുക കൂടി ചെയ്യുകയാണ് സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഒടുവിൽ വീണ. ഓക്കെ, ശരി അനഘ. ജല അതോറിറ്റി ജീവനക്കാരുടെ ഓൺലൈൻ പൊതു സ്ഥലം മാറ്റത്തിൽ വ്യാപക അട്ടിമറി. ഓഫീസുകൾ തമ്മിലുള്ള അകലം മറച്ചുപിടിച്ച് അടുത്തടുത്ത സ്ഥലങ്ങളിൽ കസേര ഉറപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ. ഒരേ കെട്ടിടത്തിൽ 2 നിലകളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്കും സ്ഥലമാറ്റമുണ്ട്. 5 കിലോമീറ്റർ പരിധിക്കുള്ളിലേക്ക് സ്ഥലം മാറ്റം പാടില്ല എന്ന വ്യവസ്ഥ അട്ടിമറിക്കാൻ G-Sparkൽ ഓഫീസ് വിവരങ്ങൾ ഉൾപ്പെടുത്താതെയാണ് തിരിമറിയെന്നറിയുന്നു ജനം എക്സ്ക്ലൂസീവ്. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് വ്യക്തമായിരിക്കുന്നത്? ക്കാരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് 2017-18 കാലയളവിൽ ഈ സ്ഥലമാറ്റമടക്കമുള്ള വിഷയങ്ങൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നത്. വാട്ടർ അതോറിറ്റിയിലാകട്ടെ 2021 G-Spark സംവിധാനത്തിലൂടെയുള്ള പൊതു സ്ഥലമാറ്റ രീതി നിലവിൽ വന്നത്. എന്നാൽ ഈ സ്ഥലമാറ്റ രീതി തന്നെയാണ് ഇപ്പോൾ ഒരു വിഭാഗം ജീവനക്കാർ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അട്ടിമറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. അതായത് ഒരു വാട്ടർ അതോറിറ്റിയിലെ ഒരു ഓഫീസിന്റെ പരിധിയിലുള്ള, അതായത് 5 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഓഫീസുകളെല്ലാം ഒറ്റ ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ സ്ഥലം മാറ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്നത്. അതായത് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ്, ആ ഓഫീസിൽ 5 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ ഓഫീസുകളും ഒരു ക്ലസ്റ്റർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ക്ലസ്റ്ററിനുള്ളിൽ ഉൾപ്പെടുന്ന ഈ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലേക്ക് ആ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം ലഭിക്കാനും പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. അങ്ങനെ തൊട്ടടുത്ത ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി മറ്റുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് തടയാൻ വേണ്ടി കൂടിയാണ് ഈ വ്യവസ്ഥ കൊണ്ടുവന്നത്. എന്നാൽ ഈ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിനായി ഈ G-Spark സംവിധാനത്തിൽ ഇത്തരത്തിൽ ക്ലസ്റ്ററുകളെ ഉൾപ്പെടുത്തുന്ന ഓഫീസുകൾ പലതും ഉൾപ്പെടുത്താതെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനമായിട്ടുള്ള ജലഭവന് ചുറ്റുമുള്ള ഓഫീസുകളൊന്നും ഈ ക്ലസ്റ്റർ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലം മാറ്റത്തിൽ 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലേക്ക് സ്ഥലം മാറ്റം പാടില്ലെന്ന വ്യവസ്ഥ അട്ടിമറിച്ചുകൊണ്ട് ജലഭവനിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഈ പറയുന്ന ഓഫീസുകളിൽ എവിടെയും സ്ഥലം മാറ്റം ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2021 മുതൽ ഈ ക്രമക്കേടുകൾ ഇങ്ങനെ നടന്നു പോകുന്നു. അതനുസരിച്ചുള്ള സ്ഥലം മാറ്റവും പലരും വാങ്ങിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയതായി വരുന്ന വിവരാവകാശ രേഖ അടക്കമുള്ളവ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിച്ചെടുത്തവരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ 5 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ പുറത്തേക്ക് പോകാതെ ഒരേ കെട്ടിടത്തിന്റെ 2 നിലകളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിയെടുക്കാനും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ മൂലം പല ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. ആലപ്പുഴയിലെ ചേർത്തല തൈക്കാട്ടുശ്ശേരി സബ് ഡിവിഷനുകൾ അത് പ്രവർത്തിക്കുന്നത് ചേർത്തല നഗരത്തിലെ ഒരേ ബിൽഡിങ്ങിലാണ്. എന്നാൽ ഈ ക്ലസ്റ്റർ സംവിധാനത്തിൽ വരുമ്പോൾ, അതായത് G-Sparkലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ 2 ഓഫീസുകളും തമ്മിൽ 5 കിലോമീറ്റർ ദൂരമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ അത് ക്ലസ്റ്റർ സംവിധാനത്തിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് ആ ഓഫീസുകൾ തമ്മിൽ 5 കിലോമീറ്റർ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഈ ഓൺലൈൻ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, തെറ്റായ രീതിയിൽ വിവരങ്ങൾ എൻ്റർ ചെയ്ത് നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ മുകളിലത്തെ ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങി തൊട്ട് താഴത്തെ ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റാം എന്നുള്ളതാണ് ആ ഒരു തട്ടിപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്രമക്കേടിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് സംസ്ഥാനത്ത് വ്യാപകമായ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്, കൊച്ചി അടക്കമുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെയും ഈ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലവും മാറ്റവുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകൾ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പുതിയ വീഴ്ചകളും അല്ലെങ്കിൽ ഈ പുതിയ ക്രമക്കേടുകളും ഇപ്പോൾ ചർച്ചയാകുന്നത്. നമ്മൾ 3 വർഷം ഒരേ ഓഫീസിൽ ജോലി ചെയ്തവരെ സ്ഥലം മാറ്റണം എന്നുള്ള വ്യവസ്ഥ അട്ടിമറിക്കാൻ തൊഴിൽ ചെയ്ത കാലാവധി കുറച്ച് കാണിച്ച് G-Sparkൽ രേഖപ്പെടുത്തുന്ന ഒരു വർഷം നേരത്തെ നിലനിന്നിരുന്നു. അതിലൊക്കെ വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. ഈ 2021 മുതൽ ഇപ്പോൾ 2025 വരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിൽ ഒരു വലിയ തട്ടിപ്പ്, ഒരു വലിയ ക്രമക്കേട് നടത്തിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഭാഗം ജീവനക്കാർ ഭരണാനുകൂല സംഘടനയുടെ അടക്കം പിന്തുണയോടെയാണ് ഇത്തരം നടപടികൾ എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ അടക്കമുള്ളവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിന് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പൊതു സ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുള്ള നീതിയുടെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായ ക്രമീകരണങ്ങളോടെ നടക്കേണ്ടതാണ്. എന്നാൽ ജീവനക്കാർ തന്നെ, അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്കും ആ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതിനും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രധാനപ്പെട്ട പ്രവർത്തകരെയും ഒക്കെ ഒരേ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരേ മേഖല കേന്ദ്രീകരിച്ച് നിലനിർത്തുന്നതിനുള്ള ചില ദുരൂഹമായ ഇടപെടലുകൾ കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ആരോപണവും ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളൊക്കെ ഉയർത്തുന്നുണ്ട്. വീണ, ജല അതോറിറ്റിയിലെ സ്ഥലം മാറ്റം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രജിത്ത് നൽകുകയായിരുന്നു. പ്രജിത്ത്, ഈ സംഭവം
ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, മാത്രമല്ല സർക്കാരിൻ്റെ അറിവോടെയാണോ അറിവോടല്ലാതെ ഉണ്ടോ എന്നൊക്കെ തുടങ്ങിയ തർക്കങ്ങളുമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഘട്ടത്തിൽ. അപ്പോൾ ഇതിലിടപെടാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പരാതിയായി ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ട്? അത്തരം കാര്യങ്ങൾ കൂടി. നിലവിൽ വാട്ടർ അതോറിറ്റി MD-ക്കും ചീഫ് എഞ്ചിനീയർ അടക്കമുള്ളവർക്ക് ഈ വിഷയത്തിൽ BMS അടക്കമുള്ള സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. BMS തന്നെയാണ് ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നതും കൃത്യമായി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും. പ്രത്യേകിച്ച് ഈ വിവരാവകാശ രേഖ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് വ്യാപകമായി നടന്നു എന്നുള്ളത് സംഘടനകളും മനസ്സിലാക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 2021 മുതൽ ഇത്തരത്തിൽ ഈ അപൂർണമായ ക്ലസ്റ്റർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് വഴിയായിരുന്നു ഈ ക്രമീകരണങ്ങളും സ്ഥലമാറ്റങ്ങളും ഒക്കെ നടന്നു വന്നിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തുടർച്ചയായി ചില ആളുകൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ ജോലിയിൽ തുടരാൻ കഴിയുന്ന സാഹചര്യം പരിശോധിച്ചപ്പോഴാണ്, മറ്റു ചിലർക്ക് ട്രാൻസ്ഫർ വളരെ ദൂര സ്ഥലങ്ങളിലേക്ക് ലഭിക്കുന്ന സാഹചര്യം പരിശോധിച്ചപ്പോഴാണ് പല ഓഫീസുകളും ഇത്തരത്തിൽ ക്ലസ്റ്റർ സംവിധാനത്തിന്റെ പുറത്താണ് എന്നുള്ള കാര്യം പോലും ഈ സംഘടനകളൊക്കെ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ അതിന് RT വിവരാവകാശ പ്രകാരമാണെങ്കിലും അതൊക്കെ പണച്ചെലവുള്ള പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ പലരും അതിനുവേണ്ടി മെനക്കെടാറില്ല. പക്ഷേ വാട്ടർ അതോറിറ്റിയിലെ BMS യൂണിയൻ അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഇടപെടൽ നടത്തിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ക്രമക്കേട് കാലങ്ങളായി നടന്നു വന്നിരുന്നു എന്നുള്ളതും സാധാരണക്കാരായ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തെ സ്വാഭാവിക നീതി അനുസരിച്ചുള്ള സ്ഥലം മാറ്റത്തെ അത് തടസ്സപ്പെടുത്തിയിരുന്നതായി തിരിച്ചറിഞ്ഞത്. തുടർന്ന് വാട്ടർ അതോറിറ്റി MD അടക്കമുള്ളവർക്ക് ഇപ്പോൾ BMS പരാതി നൽകിയിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ ഈ ക്രമക്കേടിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കൂടുതൽ നടപടികൾ വേണമെന്നും ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ശരി പ്രജിത്ത്. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയും കോൺഗ്രസ് നേതൃത്വത്തിൽ തർക്കം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, വിജയിച്ചവരുടെ ഇടയിലും തർക്കമുണ്ട്, പരാജയപ്പെട്ട LDF-ന്റെ ഇടയിലാകട്ടെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നു, എങ്ങോട്ടാണ് ഈ വോട്ടുകളെല്ലാം പോയത് എന്നൊക്കെയുള്ളത്. വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയാണ് ഈ കോൺഗ്രസിൽ നേതാക്കൾക്കിടയിൽ ഇപ്പോൾ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം ക്രെഡിറ്റായി വിജയത്തെ കാണാൻ കഴിയില്ല എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ വിജയം നിലമ്പൂരിൽ സംഭവിച്ച ഉടനെ തന്നെ VD സതീശനെ എല്ലാവരും വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, സതീശന്റെ വിജയം എന്ന രീതിയിലൊക്കെ പറയുന്ന കാര്യം. പക്ഷേ ഇക്കാര്യത്തിലും മറ്റു നേതാക്കൾക്കിടയിൽ മുറുമുറുപ്പുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരാളുടെ മാത്രം വിജയമായി അതിനെ കണക്കാക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഒരു ടീം അവിടെ പ്രവർത്തിച്ചിരുന്നു, അവരൊക്കെ എവിടെ പോയി, എന്തുകൊണ്ട് അവിടേക്ക് ക്രെഡിറ്റ് വരുന്നില്ല എന്ന തരത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. വീണ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് VD സതീശനെ, പ്രതിപക്ഷ നേതാവ് VD സതീശനെ വാഴ്ത്തലുകളുമായി ഒരു വിഭാഗം രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ഉള്ള വിശേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വിശേഷണങ്ങൾ വന്നതോടുകൂടിയാണ് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം അതിനെ എതിർത്ത് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് മുൻ KPCC പ്രസിഡന്റ് ആയ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. താനും KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ട്, പക്ഷേ തന്നെ ആരും ക്യാപ്റ്റനാക്കിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം തുടർന്ന് പറയുന്നത്. ഇങ്ങനൊരു തുറന്ന പോരിലേക്ക് വീണ്ടും ഈ കോൺഗ്രസിൻ്റെ വിജയത്തിന് പിന്നാലെ എത്തുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പല സമയത്ത് പല സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നതെന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ സാഹചര്യത്തിൽ ആണ് ഈ VD സതീശൻ്റെ വാഴ്ത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ പുകഴ്ത്തലുകളൊക്കെ നടക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകരും രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ VD സതീശൻ തന്നെ ഇതിനെ തള്ളിക്കൊണ്ട് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാമർശം ഉണ്ടായിരുന്നു. താൻ മാത്രമല്ല, ഏകപക്ഷീയമായിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും വരികയും ചെയ്തിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പിന്നിട്ടതോടെ വീണ്ടും ചില പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ തമ്മിൽ പോര് ഒക്കെ വീണ്ടും ഉണ്ടാക്കുന്നു, വീണ്ടും അതിൽ രൂക്ഷമാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതും ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ നിലവിലെ തർക്കമെന്ന് പറയുന്നത്. വിജയം കൈവരിച്ചപ്പോൾ അത് VD സതീശന് മാത്രമായിട്ടുള്ളതാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളടക്കം ഈ ക്യാപ്റ്റൻ പ്രയോഗത്തോടുകൂടി അല്ലെങ്കിൽ ക്യാപ്റ്റൻ വിശേഷത്തോടുകൂടി ചില സ്ഥലങ്ങളിൽ പ്രചരിക്കുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ BTech വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഇയർ ബാഗ് സിസ്റ്റം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചില ബാച്ചുകളിൽ നടപ്പിലാക്കുന്ന ഇയർ ബാഗ് നയം പുനഃപരിശോധിക്കണമെന്ന വിദ്യാർത്ഥികൾ ഇയർ ബാഗ് സിസ്റ്റം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർവകലാശാല സമഗ്രവും സുതാര്യവുമായ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നു.
ദിവസങ്ങൾ നീണ്ട വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സാക്ഷ്യം വഹിക്കുന്നത്. KTU വിദ്യാർത്ഥികളുടെ ഇയർ ബാഗ് ഒഴിവാക്കണമെന്ന ആവശ്യത്തിലാണ് സംയുക്ത വിദ്യാർത്ഥി സമരം നടക്കുന്നത്. 2019 സ്കീമിലെ BTech വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഇയർ ബാഗ് സിസ്റ്റം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധവും ഉയരുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന നടപടി ഒഴിവാക്കണമെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. ഇവർ കൃത്യമായ ഒരു സപ്ലി റിസൾട്ട്സോ അല്ലെങ്കിൽ റിവാലുവേഷൻ റിസൾട്ട്സോ ഒന്നും കൊടുക്കുന്നില്ല. ഈ സപ്ലി റിസൾട്ട്സ് എന്ന് പറയുന്നത് സപ്ലി റിസൾട്ട്സ് നമുക്ക് ഓൾറെഡി വരും. എന്നിട്ട് നമ്മൾ റിവാലുവേഷൻ കൊടുക്കും. റിവാലുവേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ റിവാലുവേഷൻ റിസൾട്ട്സ് അടുത്ത സപ്ലി വരുമ്പോഴാണ് റിസൾട്ട്സ് വരുന്നത്. ഇതിൽ അത്രത്തോളം ഒരു പ്രശ്നമാണ്. അപ്പം നമ്മൾ ഈ പാസ്സായാൽ തന്നെ ഇത് ഒന്നുകൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒന്നുകൂടെ എഴുതിയാലും ഇത് പാസ്സാക്കില്ല. പിന്നെ ഇയർ ബാക്ക് ഒരു നോട്ടിഫിക്കേഷനും ഇല്ലാതെയാണ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്ന രീതിയിൽ ഇമെയിലുകൾ അയക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആത്മഹത്യയുടെ വക്കിലാണ്, ഞങ്ങളെ വീട് കടത്തിലാണ്, ഞങ്ങളിങ്ങനെ ഇത് ഉണ്ട് എന്ന് നമ്മൾ ഒരു സെം മുമ്പെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പൂർണ്ണമായും പഠിച്ച് എഴുതിയെടുത്തിരിക്കും. പക്ഷേ നമുക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ചർച്ചയ്ക്കോ വിഷയത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാത്ത രജിസ്ട്രാറുടെ നടപടിയിൽ പ്രതിഷേധമുയരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന നടപടിയാണ് മഹത്തായ സർവകലാശാലയിൽ നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിലിയർ ഉണ്ട്. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഇയർ ബാഗ് സിസ്റ്റം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫർദർ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കുറച്ച് ലീഗൽ മാറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ലീഗൽ മാറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗ് ഇപ്പം ചേരാൻ കഴിയില്ല. അത് ചേരാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഒരു ലീഗൽ മാറ്റർ വരുന്നതും സിൻഡിക്കേറ്റ് മീറ്റിംഗ് വരുന്നതും വരാത്തതും ഈ സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഓക്കെ, അത് അവരുടെ കാര്യം. ഓക്കെ, അത് സിൻഡിക്കേറ്റ് യോഗം കൂടണോ അല്ലെങ്കിൽ അതിനകത്തുള്ള രാഷ്ട്രീയം, അതിൻ്റെ ഇന്റേണൽ പൊളിറ്റിക്സ്, എക്സ്റ്റേണൽ പൊളിറ്റിക്സ്, അത് അവരുടെ മാറ്റർ. അതൊരിക്കലും ഒരു സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരെന്തിനാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്? പഠിക്കാനാണ്, എഞ്ചിനീയേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ആദ്യം ഉണ്ടാവണം. കൃത്യമായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് നടക്കണം. യൂണിവേഴ്സിറ്റി സിസ്റ്റം പ്രോപ്പറായിട്ട് നടക്കണം. നിലവിലെ അക്കാദമിക് പ്രായോഗിക സാഹചര്യങ്ങളിൽ ഈ നയം നടപ്പിലാക്കുന്നത് അന്യായവും ഇത് ബാധിച്ച വിദ്യാർത്ഥികളുടെ അക്കാദമിക് കരിയറിനും മാനസിക ക്ഷേമത്തിനും ദോഷകരവുമാണ്. സംയുക്ത സമരം തുടരുന്ന സർവകലാശാലയിൽ ABVPയും സമരരംഗത്ത് വിദ്യാർത്ഥികൾക്ക് ഒപ്പമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ പല വിധത്തിലുള്ള നീതിക്കും ആവശ്യങ്ങൾക്കും വേണ്ടി സമരത്തിലാണ്. ഇന്ന് KTU വിദ്യാർത്ഥികൾക്കും തെരുവിലിറങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതിനെതിരെ കൃത്യമായി നമ്മളെല്ലാ വിദ്യാർത്ഥികളും ഒത്തുചേർന്നുകൊണ്ട് പോരാടുകയും ഈ 2019 സ്കീം റദ്ദാക്കുന്നത് വരെ തന്നെ നമ്മൾ ഒപ്പം ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. ഇയർ ബാഗ് സിസ്റ്റം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർവകലാശാല സമഗ്രവും സുതാര്യവുമായ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും ആക്ഷേപം ശക്തമാണ്. ജനം, തിരുവനന്തപുരം. ED അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കൈക്കൂലി കേസിൽ നിയമോപദേശം തേടാനൊരുങ്ങി വിജിലൻസ്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയിലും ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവ് ലഭിക്കാതിരുന്നതോടെ കേസ് ഒഴിവാക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. തെളിവില്ലാതെ തുടക്കത്തിൽ തന്നെ ED ഉദ്യോഗസ്ഥനെ പ്രതിയാക്കിയത് അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, ഇപ്പോൾ എന്താണ് ഇപ്പോൾ ആലോചനയിലുള്ളത്? വീണ, ഇപ്പോൾ ED ഉദ്യോഗസ്ഥനെതിരെ എടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് വിജിലൻസ് എത്തിയിരിക്കുന്നത്. നിയമവിദഗ്ധരുമായും ഒപ്പം തന്നെ റിട്ടയർഡായ ഉദ്യോഗസ്ഥരുമായും കൂടി ആലോചിച്ച ശേഷം, കാരണം സമാനമായ സാഹചര്യത്തിൽ ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസിൽ നിന്ന് തലയൂരുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും മുന്നിലുള്ളത്. കാരണം നിരവധി ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചു. 10,000-കണക്കിന് ഡിജിറ്റൽ തെളിവുകളാണ് പരിശോധിച്ചത്. ഈ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയായി കഴിയുമ്പോൾ പോലും, കാരണം ഓരോ 10,000-ലധികം വരുന്ന ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധനയും അതിൻ്റെ രേഖകളുടെ പരിശോധനയും എല്ലാം പ്രത്യേകമായ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടും 10-ലധികം ഉദ്യോഗസ്ഥരെ ഇതിന് മാത്രം മാറ്റിവെച്ചുകൊണ്ടുമായിരുന്നു അന്വേഷണം നടത്തിയത്. ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയായിരുന്നു വിജിലൻസ് പ്രധാനമായും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തത്. കാരണം അവിടെയും വലിയ തിരിച്ചടിയാണ് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെതിരെ ഈ ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധന പൂർത്തിയായ ഘട്ടത്തിലും കൃത്യമായ തെളിവുകൾ
കണ്ടെത്താൻ കഴിയാത്തതോടുകൂടി എങ്ങനെ ഈ കേസിൽ നിന്നും പിന്മാറാം, അല്ലെങ്കിൽ അത് നിയമപരമായി എങ്ങനെ അതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്മാറുന്നു എന്നത് അടിസ്ഥാനമാക്കി കോടതിയിൽ അക്കാര്യം അറിയിക്കുക തുടങ്ങിയ നടപടികളാണ് ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശം തേടി മുന്നോട്ട് പോവുക എന്ന ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, റിട്ടയർഡായ ഉദ്യോഗസ്ഥർ സമാനമായ കേസുകളിൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്ന ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്, നിയമകാര്യങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിജിലൻസിൽ നിന്ന് പ്രധാനപ്പെട്ട തസ്തികകളിൽ വിരമിച്ച ഉദ്യോഗസ്ഥരുമായി കൂടി ആലോചിച്ചായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ. ശരി ജിജേഷ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം സമർപ്പിച്ചു. ഭഗവാന് സമർപ്പിക്കുന്ന വലിയ വട്ടളം പായസ നിവേദ്യമാണ് ചതുശതം എന്നറിയപ്പെടുന്നത്. തിരുവാതിര പന്തിരടിയോടെയാണ് തിടപ്പള്ളിയിൽ പായസ നിവേദനം ആരംഭിച്ചത്. 100 ഇടങ്ങഴി അരി, 100 നാളികേരം, 100 കിലോ ശർക്കരയും നെയ്യും ചേർത്താണ് പായസം തയ്യാറാക്കിയത്. പായസം ഭഗവാന് നിവേദിച്ച ശേഷം മണിത്തറയിലും കോവിലകം കയ്യാലയിലും പായസ നിവേദ്യം വിതരണം ചെയ്തു. വൈശാഖ മഹോത്സവത്തിലെ തൃക്കൂർ അറിയളവും നടന്നു. കോട്ടയം സ്വരൂപത്തിലെ അമ്മ രാജയ്ക്ക് പന്തിരടിക്കാമ്പ്രം നമ്പൂതിരിപ്പാട് നിശ്ചിതളവ് അരി സ്വർണ്ണത്തളികയിൽ പകർന്നു നൽകി. ശ്രീകോവിലിനുള്ളിൽ അരി സ്വീകരിച്ച് ദക്ഷിണ നൽകിയ ശേഷം അമ്മ രാജ വാളറയിലും അമ്മാറക്കൽ തറയിലും എത്തി വണങ്ങി. അളന്നു ലഭിച്ച അരി മേൽമുണ്ടിൽ കെട്ടി തലയിൽ വെച്ച് അമ്മ രാജ തിരുവഞ്ചിറ പ്രദക്ഷിണം ചെയ്ത് മടങ്ങി. ജൂൺ 30 മകങ്കലം വരവ് നടക്കുന്നതോടെ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമുണ്ടായിരിക്കില്ല. ജനം, കൊട്ടിയൂർ. ഇന്ന് ജനം കുടുംബത്തിന് സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. എപ്പോഴും അറിയാം, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാൾ ദിവസങ്ങൾ ഞങ്ങളും ആഘോഷിക്കാറുണ്ട്. ഇന്ന് ഞങ്ങളുടെ ക്യാമറമാൻ നിതിൻ്റെ പിറന്നാളാണ്. നിതിൻ്റെ പിറന്നാൾ ആഘോഷങ്ങൾ നമുക്ക് നേരാം. ഹാപ്പി ബർത്ത്ഡേ നിതിൻ. അതോടെ പുത്തൻമുലയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ചെറിയ ഇടവേളയുണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ ലൈവ് റിപ്പോർട്ട്സിലേക്ക് പോകേണ്ടതുണ്ട്. നമസ്തേ. Thank you.